സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് 12ാമത്തെ ചാപ്റ്റർ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. ഇതിലെ ഫോക്കസ് ഏരിയയെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളിലൂടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം എന്താണ് ആൽഡിഹൈഡ്, എന്താണ് കീറ്റോൺ, എന്താണ് കാർബോക്സിലിക് ആസിഡ്. ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. ജസ്റ്റ് നമുക്ക് നോക്കാം. അതായത് RCHO ഈ രൂപത്തിൽ വരുന്ന കോമ്പൗണ്ടുകൾ, അതിൻ്റെ പ്രത്യേകത CO എന്നുള്ളത് എപ്പോഴും C+O എന്നായിരിക്കും. CO എന്ന് എഴുതുമ്പോൾ എപ്പോഴും എന്താണ് C+O എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പൊ ഇവിടെ RCHO എന്നുള്ള ഒരു ടൈപ്പ് കോമ്പൗണ്ട്. അടുത്തൊരു കേസിൽ ഈ ഹൈഡ്രജന് പകരം ഞാനൊരു ആൽക്കൈൽ ഗ്രൂപ്പ് തന്നെ കൊണ്ടുവരാം. അതായത് RCOR. R എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പ്. മീഥൈൽ, ഈഥൈൽ പോലെയുള്ള ഗ്രൂപ്പുകളെയാണ് നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയാം. R കൊണ്ട് ഉദ്ദേശിക്കുന്നത് RCOR. അടുത്തൊരു കോമ്പൗണ്ട് ഞാൻ എടുക്കുന്നത് RCO. ഈ ഭാഗത്ത് OH എന്ന് കൊണ്ടുവരാം. OH. അവ ശ്രദ്ധിക്കുക, RCO ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ എടുത്തപ്പോഴോ ആൽക്കൈൽ ഗ്രൂപ്പ്, ഇവിടെ വന്നപ്പോഴോ OH. ഈ മൂന്നും നമ്മളെ ഹെഡിങ്ങിനെ കാണിക്കുന്ന എല്ലാ കോമ്പൗണ്ടും ഇതിലുണ്ട്. RCHO എന്നുള്ള ഫോം വന്നാൽ ദാറ്റ് ഈസ് ആൽഡിഹൈഡ്. RCHO ആൽഡിഹൈഡ്. RCOR അതായത് രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ഇടയിൽ CO വന്നാൽ, രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ഇടയിൽ CO വന്നാൽ അതിന്റെ പേരാണ് കീറ്റോൺ. രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ഇടയിൽ CO വന്നാൽ അതിന്റെ പേര് കീറ്റോൺ. RCOOH. COOH എന്നുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ ദാറ്റ് ഈസ് കാർബോക്സിലിക് ആസിഡ്. അതിന് വിളിക്കുന്ന പേര് കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ നമുക്കറിയാം ആൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ RCHO എന്നുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്, CHO വന്നാൽ ആൽഡിഹൈഡ്. രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ഇടയിൽ CO വന്നാൽ കീറ്റോൺ. ഈ ആൽക്കൈൽ ഗ്രൂപ്പ് സെയിം ആകാം, ഡിഫറെന്റ് ആകാം. RCOOH എന്നുള്ള ഫോമിൽ വന്നാൽ ദാറ്റ് ഈസ് കാർബോക്സിലിക് ആസിഡ്. ഓക്കെ, ഇനി നമുക്ക് ആൽഡിഹൈഡിന്റെയും കീറ്റോണിന്റെയും, ആൽഡിഹൈഡും കീറ്റോണും ഒരുപാട് കാര്യങ്ങളിൽ സിമിലാരിറ്റി കാണിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ്. അപ്പോൾ അവയുടെ പ്രിപ്പറേഷൻ മെത്തേഡിലും കെമിക്കൽ റിയാക്ഷൻസിലും ഒക്കെ അവർ സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൽഡിഹൈഡിന്റെയും കീറ്റോണിന്റെയും കോമൺ ആയിട്ടുള്ള പ്രിപ്പറേഷനാണ്. ആ പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും എങ്ങനെ കോമൺ ആയിട്ട് പ്രിപ്പയർ ചെയ്യാം, രണ്ടാളുടെയും കൂടെ പ്രിപ്പറേഷൻ മെത്തേഡാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത്, ഇപ്പം നമ്മൾ ആൽക്കഹോള്, ഈ ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്താം. ആൽക്കഹോളിന് എന്ത് ചെയ്യാം? ഓക്സിഡേഷൻ നടത്താം. ഇപ്പൊ സപ്പോസ് ഒരു ആൽക്കഹോളാണ് CH3CH2OH, എത്തനോൾ. ഇതെന്ത് ആൽക്കഹോളാ? പ്രൈമറി ആൽക്കഹോളാണോ സെക്കൻഡറി ആൽക്കഹോളാണോ? നോക്ക്, OH എന്നുള്ളത് അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ കാർബണുമായിട്ട്. ഈ കാർബൺ എത്ര കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തു? വിത്ത് ഓൺലി 1 കാർബൺ ആറ്റം. സോ ഇറ്റ് ഈസ് എ പ്രൈമറി ആൽക്കഹോൾ. ഈ പ്രൈമറി ആൽക്കഹോളിന് നമ്മൾ ഓക്സിഡേഷൻ നടത്താം. ഓക്സിഡേഷൻ നടത്താനാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്സിഡേഷൻ നടത്തുമ്പോൾ ആര് വേണം?
ഓക്സിഡൈസിങ് ഏജന്റ് വേണം. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിഡൈസിങ് ഏജന്റ് ആണ് അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് K2Cr2O7 in presence of acid. അതാണ് K2Cr2O7 bar H+. ഇങ്ങനെ അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ പ്രസൻസിൽ നമ്മൾ ഈ പ്രൈമറി ആൽക്കഹോളിന് ഓക്സിഡേഷൻ നടത്തും. അങ്ങനെ ഓക്സിഡേഷൻ നടത്തിയാൽ കിട്ടുന്ന പ്രോഡക്റ്റുകൾ ഏതായിരിക്കും? അവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓക്സിഡേഷൻ നടത്തി കഴിയുമ്പോൾ ഈ കാർബണിന്റെ കൂടെയുള്ള 2 ഹൈഡ്രജനും ഓക്സിജനും കൂടെ കൂടിയിട്ട് എന്തുണ്ടാവും? H2O ഉണ്ടാവും. H2O പ്ലസ് ഇനി ആരാ ബാക്കിയുള്ളത്? ഇവിടുന്ന് ഒരു H2O പോയാൽ പിന്നെ ആരാ ബാക്കിയുള്ളത്? CH3, C ഉണ്ട്, OH ഉണ്ട്. അതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടും CH3 CHO, CH3 CHO. CHO വന്നാൽ ഏതാണ്? ആൽഡിഹൈഡ്. CH3 CHO അസറ്റാൽഡിഹൈഡ് എന്നുള്ള പ്രോഡക്റ്റ് കിട്ടി. അസറ്റാൽഡിഹൈഡ് CH3 CHO അസറ്റാൽഡിഹൈഡ്. അപ്പോ ശ്രദ്ധിക്കേണ്ടത്, പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തിയാൽ എന്താണ് കിട്ടുക? അസറ്റാൽഡിഹൈഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതേപോലെ നമ്മൾ സെക്കൻഡറി ആൽക്കഹോൾ എടുക്കുക. എന്താ സെക്കൻഡറി ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ? ആൽക്കഹോളിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് നമുക്കറിയാം OH ആണ്. ഈ OH അറ്റാച്ച് ചെയ്യപ്പെട്ട കാർബൺ 2 കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുക? സെക്കൻഡറി ആൽക്കഹോൾ എന്ന് പറയാം. OH അറ്റാച്ച് ചെയ്ത കാർബൺ that is attached with 2 alkyl groups. 2 alkyl groups. ഈ കാർബൺ 2 കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തു. അപ്പൊ നമുക്ക് കാർബണിന്റെ കൂടെ 3 ബോണ്ട് ഉണ്ട്. അപ്പൊ നമുക്കൊരു ഹൈഡ്രജനെ കൊടുക്കാം. ഇറ്റ് ഈസ് സെക്കൻഡറി ആൽക്കഹോൾ. ഇതിനെ നമ്മൾ ഓക്സിഡേഷൻ നടത്താം. ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉപയോഗിച്ചു. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? ഇതേപോലെ തന്നെ വാട്ടർ മോളിക്യൂൾ ഉണ്ടാവും. വാട്ടർ മോളിക്യൂൾ ഉണ്ടാവണമെങ്കിൽ OH അറ്റാച്ച് ചെയ്യപ്പെട്ട കാർബൺ എടുക്കുക. ഈ കാർബണിന്റെ കൂടെയുള്ള 2 ഹൈഡ്രജൻ എടുത്തു. ഏതാ? ഈ 2 ഹൈഡ്രജനും ഈ ഒരു ഓക്സിജനും കൂടെ എന്തുണ്ടായി? H2O. ഈ 2 ഹൈഡ്രജനും ഈ ഒരു ഓക്സിജനും കൂടെ H2O പ്ലസ് ഇനി അവിടെ ആരാ ബാക്കിയുള്ളത്? CH3 CO CH3. CO എന്നുള്ള ബോണ്ട് എപ്പോഴും ഏതായിരിക്കും? ഡബിൾ ബോണ്ട് ആയിരിക്കും. അപ്പൊ CH3 CO CH3. CH3 CO CH3 എന്ന് പറഞ്ഞാൽ ഏതാണ്? CO in between 2 alkyl groups, that is called ketone. ആ CH3 CO CH3 എന്താണ്? കീറ്റോൺ ആണ്. ഈ കീറ്റോണിന്റെ പേരാണ് അസറ്റോൺ. ഈ കീറ്റോണിന്റെ പേര് അസറ്റോൺ. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയത്, പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തിയാൽ ആൽഡിഹൈഡ് കിട്ടുന്നു. സെക്കൻഡറി ആൽക്കഹോളിന് ഓക്സിഡേഷൻ നടത്തിയാൽ കീറ്റോൺ ആണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. ഓക്കെ, ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിനെ പ്രിപ്പയർ ചെയ്യാനുള്ള അടുത്തൊരു മെത്തേഡാണ് കാറ്റലിറ്റിക് ഡീഹൈഡ്രോജിനേഷൻ. കാറ്റലിറ്റിക് ഡീഹൈഡ്രോജിനേഷൻ അതായത് കാറ്റലിസ്റ്റ് ആഡ് ചെയ്തിട്ട് ഹൈഡ്രജനെ റിമൂവ് ചെയ്യാം. അപ്പൊ നമ്മൾ ഒരു പ്രൈമറി ആൽക്കഹോൾ എടുക്കാം. CH3 CH2 OH എത്തനോൾ. ഈ എത്തനോളിനെ നമ്മൾ കോപ്പർ കാറ്റലിസ്റ്റ് ആഡ് ചെയ്യാം. ഒരു 573 കെൽവിൻ ചൂടാക്കാം. കോപ്പർ കാറ്റലിസ്റ്റ് ആഡ് ചെയ്യാം അറ്റ് 573 കെൽവിൻ. കോപ്പർ കാറ്റലിസ്റ്റ് ഒരു ഡീഹൈഡ്രോജിനേറ്റിംഗ് ഏജന്റ് ആണ്. അത് ഹൈഡ്രജന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നോക്ക്, ഹൈഡ്രജൻ H2 ഇവിടെ നമ്മൾ അങ്ങനെ റിമൂവ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? CH3 CHO. CH3 ഇങ്ങനെ എഴുതാം, CH3 CHO.
CH3 CHO എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഡിഹൈഡ്. CHO എന്നാൽ ആൽഡിഹൈഡ്. ഇതേപോലെ നമ്മൾ ഒരു സെക്കൻഡറി ആൽക്കഹോൾ എടുക്കുകയാണ്. സെക്കൻഡറി ആൽക്കഹോൾ CH3 CHOH CH3. ഈ ആൽക്കഹോളിന്റെ പേരെന്തായിരിക്കും? രണ്ടാമത്തെ പൊസിഷനിലാണ് OH ഉള്ളത്. അപ്പൊ 2-propanol. 2-propanol. ഇതിനെ നമ്മൾ കോപ്പർ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഒരു 573 കെൽവിൻ ചൂടാക്കാം. അപ്പോഴെന്താ സംഭവിക്കുക? ഹൈഡ്രജൻ അവിടെ നിന്ന് റിമൂവ് ചെയ്യും അല്ലെ? ഹൈഡ്രജൻ H2 ഇവിടെ നിന്ന് പോയാൽ ബാക്കി എന്താ ഉള്ളത്? CH3 CO CH3 CH3 CO CH3. രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ഇടയിൽ CO വന്നാൽ അതിന് പറയുന്ന പേരെന്താണ്? കീറ്റോൺ എന്നാണ് വിളിക്കുക. അത് CH3 CO CH3 എന്ന് പറഞ്ഞാൽ ഏതാണ്? അസറ്റോൺ. ഇത് അസറ്റാൽഡിഹൈഡ്, ഇത് അസറ്റോൺ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് മെത്തേഡിലൂടെയാണ് നമ്മൾ ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും കോമൺ ആയിട്ട് പ്രിപ്പയർ ചെയ്തത്. ഫസ്റ്റ് വൺ ഏതായിരുന്നു? പ്രൈമറി ആൽക്കഹോളിന് ഓക്സിഡേഷൻ നടത്തിയാൽ ആൽഡിഹൈഡ്, സെക്കൻഡറി ആൽക്കഹോൾ ഓക്സിഡേഷൻ നടത്തിയാൽ കീറ്റോൺ. രണ്ടാമത്തത് പ്രൈമറി ആൽക്കഹോളിന് കാറ്റലിറ്റിക് ഡീഹൈഡ്രോജിനേഷൻ നടത്തി കഴിഞ്ഞാൽ ആൽഡിഹൈഡ്. ഡീഹൈഡ്രോജിനേഷൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രജനും കൂടെ അവിടെ നിന്ന് പോകും. അതുപോലെ തന്നെ സെക്കൻഡറി ആൽക്കഹോളിന് ഡീഹൈഡ്രോജിനേഷൻ നടത്തിയാൽ വി ഗെറ്റ് കീറ്റോൺ. ഇതാണ് കോമൺ ആയിട്ടുള്ള പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡ്. ഇനി നമുക്ക് ആൽഡിഹൈഡിന്റെ മാത്രം പ്രിപ്പറേഷൻ മെത്തേഡും കീറ്റോന്റെ മാത്രം ചില പ്രിപ്പറേഷൻ മെത്തേഡും നോക്കാം. പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ്. ആൽഡിഹൈഡ്സിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ഫസ്റ്റ് റിയാക്ഷൻ റോസൻമുണ്ട് റിഡക്ഷൻ. റോസൻമുണ്ട് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ആസിഡ് ക്ലോറൈഡ് CH3COCl എന്ന് പറയുമ്പോൾ ആസിഡ് ക്ലോറൈഡ് ആണ്. ആസിഡ് ക്ലോറൈഡ് റിയാക്ട് വിത്ത് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏതാണ്? റിഡക്ഷൻ ആണല്ലോ. അപ്പൊ ആസിഡ് ക്ലോറൈഡ് റിയാക്ട് വിത്ത് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം ആൻഡ് ബേരിയം സൾഫേറ്റ്. വി ഗെറ്റ് ആൽഡിഹൈഡ് ആസ് ദി പ്രോഡക്റ്റ്. അതായത് ഒരു ആസിഡ് ക്ലോറൈഡ് CH3COCl, അതിലേക്ക് നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യാം, റിഡക്ഷൻ നടത്താം. ആ റിഡക്ഷൻ നടക്കാനുള്ള അവിടുത്തെ കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക പലേഡിയത്തെയാണ്. അങ്ങനെ പലേഡിയത്തെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചു. നമുക്ക് എന്ത് കിട്ടി? CH3CHO ആൽഡിഹൈഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി, പ്ലസ് HCl ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസും കിട്ടി. ഇനി ഈ പലേഡിയത്തിനോട് കൂടെ എന്തിനു വേണ്ടി ബേരിയം സൾഫേറ്റ് ആഡ് ചെയ്യുന്നു? അവിടെ ശ്രദ്ധിക്കുക, ബേരിയം സൾഫേറ്റ് എന്നുള്ളത് ഇറ്റ് ഈസ് എ പോയിസൺ ടു ദ കാറ്റലിസ്റ്റ് പലേഡിയം. ബേരിയം സൾഫേറ്റ് എന്നുള്ളത് പലേഡിയം എന്നുള്ള കാറ്റലിസ്റ്റിന് പോയിസൺ ആയിട്ട് ആക്ട് ചെയ്യുന്ന വസ്തുവാണ്. അതായത് ഈ കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റി ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ആഡ് ചെയ്യുന്നതാണ് ആര്? ബേരിയം സൾഫേറ്റിനെ. അപ്പൊ നമ്മൾ ബേരിയം സൾഫേറ്റ് ആഡ് ചെയ്തത് കൊണ്ട് ഈ ആസിഡ് ക്ലോറൈഡ് റിഡക്ഷൻ നടന്ന് ആൽഡിഹൈഡ് ആയിട്ട് മാറി. ബേരിയം സൾഫേറ്റ് ആഡ് ചെയ്തിട്ടില്ലെങ്കിലോ വീണ്ടും ഇത് റിഡക്ഷൻ നടക്കും. അങ്ങനെ ആൽഡിഹൈഡ് റിഡക്ഷൻ നടന്നിട്ട് എന്തായിട്ട് മാറും? പ്രൈമറി ആൽക്കഹോൾ ആയിട്ട് മാറും. അപ്പൊ ഫർദർ റിഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്? ബേരിയം സൾഫേറ്റ് ആഡ് ചെയ്യുന്നത്. അപ്പൊ റോസൻമുണ്ട് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ആസിഡ് ക്ലോറൈഡ് ഈസ് ട്രീറ്റഡ് വിത്ത് ഹൈഡ്രജൻ in presence of palladium bar barium sulfate, we get aldehyde as the product. This reaction is Rosenmund reduction. അതായത് ആസിഡ് ക്ലോറൈഡിൽ നിന്ന് ആൽഡിഹൈഡ് ഉണ്ടാക്കുന്ന റിയാക്ഷന്റെ പേരാണ് റോസൻമുണ്ട് റിഡക്ഷൻ. ഇനി ആൽഡിഹൈഡ് ഉണ്ടാക്കാനുള്ള അടുത്തൊരു മെത്തേഡ്, ഇതും ഒരു ആൽഡിഹൈഡാണ്. ബെൻസീന്റെ കൂടെ ആൽഡിഹൈഡ് CHO വന്നാൽ അതിനെ നമ്മൾ ബെൻസാൽഡിഹൈഡ് എന്നാണ് വിളിക്കുക. ബെൻസാൽഡിഹൈഡ് അരോമാറ്റിക് ആൽഡിഹൈഡ് ആണ് ബെൻസാൽഡിഹൈഡ്. ഈ ബെൻസാൽഡിഹൈഡ് ഉണ്ടാക്കാനുള്ള റിയാക്ഷൻ ആണ് എറ്റാർഡ്സ് റിയാക്ഷൻ എന്ന് പറയും. എറ്റാർഡ്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ഒരു കോമ്പൗണ്ട് ബെൻസീനോട് കൂടെ CH3 വരച്ചു.
ബെൻസീന്റെ കൂടെ CH3 ഉണ്ടെങ്കിൽ ആ കോമ്പൗണ്ട് പേരെന്താ? ടൊളുവിൻ എന്നാണ് വിളിക്കുക. ബെൻസീന്റെ കൂടെ CH3 ഉണ്ടെങ്കിൽ അതിന്റെ പേര് ടൊളുവിൻ. ടൊളുവിനെ നമ്മൾ ഓക്സിഡേഷൻ നടത്താം. ടൊളുവിൻ അണ്ടർഗോ ഓക്സിഡേഷൻ. ആരാ ഓക്സിഡൈസിങ് ഏജന്റ്? CrO2Cl2. CrO2Cl2 എന്ന് പറഞ്ഞാൽ ക്രോമൈൽ ക്ലോറൈഡ്. ക്രോമൈൽ ക്ലോറൈഡ്. അപ്പൊ ക്രോമൈൽ ക്ലോറൈഡിന്റെ പ്രസൻസിൽ ടൊളുവിനെ നമ്മൾ ഓക്സിഡേഷൻ നടത്തി. ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ CH3 എന്തായിട്ട് മാറും? CHO ആയിട്ട് മാറും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ബെൻസാൽഡിഹൈഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി. വാട്ട് ഈസ് എറ്റാർഡ്സ് റിയാക്ഷൻ? ടൊളുവിൻ അണ്ടർഗോ ഓക്സിഡേഷൻ in presence of chromyl chloride to get benzaldehyde. This reaction is known as Ettards reaction. ഇതിന്റെ പേരാണ് Ettards reaction. ഇനി നമ്മൾ ആൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു നെയിം റിയാക്ഷനും കൂടെ ഉണ്ട്. Getterman-Koch reaction. നമുക്ക് Getterman-Koch reaction. Getterman-Koch reaction എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബെൻസീൻ എടുത്തു. ബെൻസീന് നമ്മൾ കാർബൺ മോണോക്സൈഡും HCl-ഉം റിയാക്ഷൻ നടത്താം. ബെൻസീൻ റിയാക്ട് വിത്ത് കാർബൺ മോണോക്സൈഡ് ആൻഡ് hydrochloric acid in presence of anhydrous aluminum chloride. Anhydrous aluminum chloride in the presence benzene ആരുമായിട്ട് റിയാക്ഷൻ നടക്കുക? കാർബൺ മോണോക്സൈഡും HCl-ഉമായിട്ട് റിയാക്ഷൻ നടന്നാൽ we get benzaldehyde as the product. നമുക്ക് ഏതാണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക? ബെൻസാൽഡിഹൈഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ബെൻസീന്റെ മേലെ CHO, ബെൻസാൽഡിഹൈഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് Getterman-Koch റിയാക്ഷൻ. Getterman-Koch റിയാക്ഷൻ. അപ്പൊ എന്താണ് Getterman-Koch റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? ബെൻസീൻ ട്രീറ്റഡ് വിത്ത് കാർബൺ മോണോക്സൈഡ് ആൻഡ് HCl in presence of anhydrous aluminum chloride to get benzaldehyde. This reaction is Getterman-Koch reaction. Preparation of ketones. Ketones എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം? ഇവിടെ നമ്മൾ ആരോമാറ്റിക് കീറ്റോണിനെ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡാണ് നമുക്ക് പഠിക്കാറുള്ളത്. അപ്പോൾ ഈ ആരോമാറ്റിക് കീറ്റോണിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യാറുള്ളത് ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ എന്നുള്ള മെത്തേഡിലൂടെയാണ്. ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. ഇത് നമ്മൾ ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ ബെൻസീൻ എടുത്തു. ബെൻസീന് നമ്മൾ ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ നടത്താം. അസൈലേഷൻ നടത്താം എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് ആഡ് ചെയ്യല്? ആസിഡ് ക്ലോറൈഡുമായിട്ട് ആഡ് ചെയ്യാം. അതായത് CH3COCl ആസിഡ് ക്ലോറൈഡുമായിട്ട് ആഡ് ചെയ്യാം ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷനുകളൊക്കെ നടക്കുക അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിലാണ്. അപ്പോൾ ബെൻസീൻ ട്രീറ്റഡ് വിത്ത് ആസിഡ് ക്ലോറൈഡ് ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്, നമുക്ക് അസൈലേഷൻ നടത്തിയാൽ അവിടെ കിട്ടുന്ന ഇലക്ട്രോഫൈല് COCH3 എന്നുള്ളതാണ്. അസൈലേഷൻ നടത്തിയാൽ കിട്ടുന്ന ഇലക്ട്രോഫൈൽ ഏതാണ്? COCH3. അതായത് ഈ കോമ്പൗണ്ട് മുഴുവനായിട്ട് നമ്മുടെ ബെൻസീൻ റിംഗിലേക്ക് വരും. എന്നിട്ട് ബെൻസീനിലെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യും. ആ റീപ്ലേസ് ചെയ്യപ്പെട്ട ഹൈഡ്രജനും ഈ Cl-ഉം കൂടെ എന്തുണ്ടാവും? HCl ഉണ്ടാവും. അപ്പോ റീപ്ലേസ് ചെയ്ത ഹൈഡ്രജനും പോയി, ഈ Cl-ഉം പോയാൽ പിന്നെ ആരാ ബാക്കിയുള്ളത്? COCH3. അതിവിടേക്ക് വരും. COCH3. ഇനി നോക്ക്, CO രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ഇടയിൽ, രണ്ട് കാർബണിന്റെ ഇടയിൽ CO എന്നാൽ അതിന്റെ പേരെന്താ? കീറ്റോൺ എന്നല്ലേ? അപ്പൊ ബെൻസീന്റെ കൂടെ COCH3 വന്നു. ദിസ് പ്രോഡക്റ്റ് ഈസ് നോൺ ആസ്
അസറ്റോഫിനോൾ. ഈ പ്രോഡക്റ്റിന്റെ പേര് അസറ്റോഫിനോൾ എന്നാണ് ഇതിന്റെ പേര്, അസറ്റോഫിനോൾ. അപ്പോ ബെൻസീന് നമ്മൾ ഫ്രിഡൽക്രാഫ്റ്റ് അസൈലേഷൻ നടത്തുക ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. We get acetophenol, an aromatic ketone, as the product. ഇനി നമ്മൾ CH3COCl പകരം C6H5COCl ഉപയോഗിച്ചു എന്ന് വിചാരിക്കാം. CH3COCl പകരം CH3ക്ക് പകരം C6H5 ഫിനൈൽ ഗ്രൂപ്പ് ഉപയോഗിച്ചാൽ എന്ത് മാറ്റം വരും? ഇവിടുത്തെ CH3ക്ക് പകരം ആര് വരും? C6H5 വരും. ഈ റിയാക്ഷൻ നടക്കുന്നത് ആരുടെ പ്രസൻസിലാണ്? അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഏതായിരിക്കും? ഇവിടെ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് നോക്ക്. ഇവിടെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് എന്താ വെച്ചിട്ടാണ്? C6H5COCl. അപ്പൊ അവിടെ വരുന്ന ഇലക്ട്രോഫൈല് COC6H5. COC6H5. What is the name of this product? ഈ പ്രോഡക്റ്റിന്റെ പേരാണ് ബെൻസോഫിനോൾ. ബെൻസീന്റെ കോമ്പൗണ്ട് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്, അതായത് ഫിനൈൽ കോമ്പൗണ്ട് ആണ്. സോ ഇറ്റ്സ് നെയിം ഈസ് ബെൻസോഫിനോൾ. ഇതിന്റെ പേര് ബെൻസോഫിനോൾ. അപ്പോൾ ശ്രദ്ധിക്കുക, അരോമാറ്റിക് കീറ്റോണുകൾ പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡ് ഏതാണ്? ഫ്രം ഫ്രിഡൽക്രാഫ്റ്റ് അസൈലേഷൻ. ബെൻസീനെ നമ്മൾ ഫ്രിഡൽക്രാഫ്റ്റ് അസൈലേഷൻ നടത്താം, അതായത് ആസിഡ് ക്ലോറൈഡ് ആഡ് ചെയ്യാം ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. അന്നേരം നമുക്ക് എന്ത് കിട്ടും? കീറ്റോൺ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഇവിടെ CH3ക്ക് പകരം C6H5 ഉപയോഗിച്ചപ്പോൾ പ്രോഡക്റ്റിലും CH3ക്ക് പകരം ആര് വന്നു? C6H5 വന്നു. ഈ പ്രോഡക്റ്റിന്റെ പേര് അസറ്റോഫിനോൾ. ദിസ് പ്രോഡക്റ്റ് ഈസ് ബെൻസോഫിനോൾ. സോ നമുക്ക് ആൽഡിഹൈഡിന്റെയും കീറ്റോണിന്റെയും കെമിക്കൽ റിയാക്ഷൻസ് നോക്കാം. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. ഈ ഓക്സിഡേഷൻ റിയാക്ഷൻ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു ആൽഡിഹൈഡ് എടുത്തു CH3CHO. ഈ ആൽഡിഹൈഡിന് നമ്മൾ ഓക്സിഡേഷൻ നടത്താം. ആൽഡിഹൈഡുകൾ വളരെ പെട്ടെന്ന് ഓക്സിഡേഷന് വിധേയമാവും. ആൽഡിഹൈഡിന് ഓക്സിഡേഷൻ നടത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിഡൈസിങ് ഏജന്റുകൾ അസിഡിഫൈഡ് KMnO4 പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഓർ അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. തൽക്കാലം നമുക്കൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആയ അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉപയോഗിക്കാം. അസിഡിഫൈഡ് കാണിക്കാനാണ് H+ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉപയോഗിച്ചു ആൽഡിഹൈഡിന് നമ്മൾ ഓക്സിഡേഷൻ നടത്താം. ഈ ആൽഡിഹൈഡിന് ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് നേരെ കിട്ടുന്നത് അതിന്റെ കാർബോക്സിലിക് ആസിഡ് ആണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. കാർബോക്സിലിക് ആസിഡ് നോക്ക്, ആൽഡിഹൈഡിൽ എത്ര കാർബണാറ്റം ഉണ്ടോ അത്രയും കാർബണാറ്റമുള്ള കാർബോക്സിലിക് ആസിഡ് കിട്ടും. അപ്പൊ ഇവിടെ എത്ര കാർബണാറ്റം ഉള്ളത്? 1 2. അപ്പൊ 2 കാർബണാറ്റുള്ള കാർബോക്സിലിക് ആസിഡ് അതേതാണ്? CH3COOH. CH3COOH അതായത് അസറ്റിക് ആസിഡ് ആണ് ഇവിടെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടിയത്. അപ്പൊ ആൽഡിഹൈഡിന് നമ്മൾ ഓക്സിഡേഷൻ നടത്തുക ഇൻ പ്രസൻസ് ഓഫ് മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ലൈക്ക് acidified potassium dichromate or acidified potassium permanganate, we get carboxylic acid. ആ കാർബോക്സിലിക് ആസിഡിന്റെ പ്രത്യേകത ആൽഡിഹൈഡിൽ എത്ര കാർബണാറ്റം ഉണ്ടോ അത്രയും കാർബണാറ്റം ഉള്ള കാർബോക്സിലിക് ആസിഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമ്മൾ കീറ്റോണിന്റെ കേസ് എടുത്താലോ? ഇപ്പൊ നോക്കാം, CH3 CO CH2 CH3 ഒരു കീറ്റോണാണ്. കീറ്റോൺ നമ്മൾ ഓക്സിഡേഷൻ നടത്താം. അവിടെ ശ്രദ്ധിക്കേണ്ടത് കീറ്റോൺസ് വളരെ പെട്ടെന്ന് ഓക്സിഡേഷൻ നടക്കണില്ല. കീറ്റോൺസ് ആർ നോട്ട് റെഡിലി ഓക്സിഡൈസ്ഡ്. പെട്ടെന്ന് എന്ത് ചെയ്യില്ല? ഓക്സിഡേഷൻ നടക്കൂല. അപ്പൊ ഇവിടെ ഓക്സിഡേഷൻ നടക്കണമെങ്കിൽ നല്ല സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയ ആൽക്കലൈൻ KMnO4 അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഇവരൊക്കെ ആഡ് ചെയ്യണം.
സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയ ആൽക്കലൈൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഇത് ആഡ് ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, കീറ്റോണുകൾക്ക് ഓക്സിഡേഷൻ നടക്കുകയുള്ളൂ. അങ്ങനെ കീറ്റോൺ ഓക്സിഡേഷൻ നടന്നാൽ നമുക്ക് കിട്ടുക എ മിക്സ്ചർ ഓഫ് കാർബോക്സിലിക് ആസിഡ്. ഒരുപാട് കാർബോക്സിലിക് ആസിഡ് ആണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. സപ്പോസ് ഇവിടെ ടോട്ടൽ 4 കാർബൺ ആറ്റം ഉണ്ട്. അത് 4 കാർബൺ ആറ്റമുള്ള ഒറ്റ കാർബോക്സിലിക് ആസിഡ് അല്ല കിട്ടുക, ചെറിയ ചെറിയ കാർബോക്സിലിക് ആസിഡ് കിട്ടും. അപ്പൊ നമ്മളത് എഴുതുമ്പോൾ ഇവിടെ CO ഉണ്ട്. ഈ CO ഇതിന്റെ ഇപ്പുറത്ത് ഒരു കാർബൺ ആറ്റം, ഇപ്പുറത്ത് 2 കാർബൺ ആറ്റം. അങ്ങനെ വരുമ്പോൾ CO എപ്പോഴും നിൽക്കുക കുറഞ്ഞ കാർബൺ ആറ്റം ഉള്ളതിനോട് കൂടെയാണ് നിൽക്കുക. CO എപ്പോഴും നിൽക്കുക ആരും കൂടെയാണ്, കുറച്ച് കാർബൺ ആറ്റം ഉള്ളതിനോട് കൂടെ കൂടി ചേർന്ന് അതിന്റെ കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഇതൊരു കാർബോക്സിലിക് ആസിഡ് ആയിട്ട് എടുക്കാം, ഇതൊരു കാർബോക്സിലിക് ആസിഡ് ആയിട്ടും എടുക്കാം. നമ്മളെ പ്രോഡക്റ്റ് ഏതാ, CH3COOH പ്ലസ് പിന്നെ 2 കാർബൺ ആറ്റം ഉള്ളതല്ലേ, അപ്പൊ അവിടെയും CH3COOH. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ആൽഡിഹൈഡിനെ ഓക്സിഡേഷൻ നടത്തിയ നേരെ എന്ത് കിട്ടും, കാർബോക്സിലിക് ആസിഡ് കിട്ടും. കീറ്റോണിന് പെട്ടെന്ന് ഓക്സിഡേഷൻ നടക്കണില്ല. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയ ആൽക്കലൈൻ KMnO4 അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഓക്സിഡേഷൻ നടത്തുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ എന്താ കിട്ടുക, എ മിക്സ്ചർ ഓഫ് കാർബോക്സിലിക് ആസിഡ്. ഒന്നിലധികം കാർബോക്സിലിക് ആസിഡുകൾ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇവർ പെട്ടെന്ന് ഓക്സിഡേഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും വേർതിരിച്ചറിയാൻ വേണ്ടി നമുക്ക് ആ ഓക്സിഡേഷൻ റിയാക്ഷനുകൾ എടുത്താൽ മതി. അതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട റിയാക്ഷൻ ആണ് ടോളൻസ് ടെസ്റ്റ് എന്ന് പറയും. ടോളൻസ് ടെസ്റ്റ്, അതായത് ടോളൻസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ടോളൻസ് റിയേജന്റ് ആഡ് ചെയ്തിട്ട് ഓക്സിഡേഷൻ നടത്തുന്ന പ്രോസസ്സിന്റെ പേരാണ് എന്ത്, ടോളൻസ് ടെസ്റ്റ്. ടോളൻസ് റിയേജന്റ് എന്താ നോക്കാം. ടോളൻസ് റിയേജന്റ് എന്ന് പറയുന്നത് അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനെയാണ് ടോളൻസ് റിയേജന്റ് എന്ന് പറയും. അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ, ദാറ്റ് ഈസ് ടോളൻസ് റിയേജന്റ്. അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ് ടോളൻസ് റിയേജന്റ്. അപ്പൊ ഈ ടോളൻസ് റിയേജന്റ് അല്ലെങ്കിൽ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ നമ്മളെ ആൽഡിഹൈഡുമായിട്ട് റിയാക്ഷൻ നടക്കും. അങ്ങനെ ടോളൻസ് റിയേജന്റ് ആൽഡിഹൈഡുമായിട്ട് റിയാക്ഷൻ നടന്നിട്ട് ടോളൻസ് റിയേജന്റ് എന്ത് ചെയ്യും, ദാറ്റ് ഓക്സിഡൈസസ് ആൽഡിഹൈഡ് ടു ദ കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ്. ടോളൻസ് റിയേജന്റ് ആൽഡിഹൈഡിനെ അതിന്റെ കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് ആക്കിയിട്ട് മാറ്റും. അങ്ങനെ കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറുകയാണെങ്കിൽ ആ ആൽഡിഹൈഡിന്റെ പാർട്ടിൽ അവിടെ എന്ത് ഫോം ചെയ്യും, ഒരു സിൽവർ മിറർ അവിടെ ഫോം ചെയ്യും. ആ സിൽവർ മിറർ which deposits on the walls of test tube. റിയാക്ഷൻ നടത്തുന്ന സമയത്ത് ടെസ്റ്റ് ട്യൂബിന്റെ ഭാഗത്ത് ഒരു സിൽവർ മിറർ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എടുത്തിരിക്കുന്നത് ആൽഡിഹൈഡ് ആണെങ്കിൽ അതിലേക്ക് ടോളൻസ് റിയേജന്റ് ആഡ് ചെയ്താൽ ടോളൻസ് റിയേജന്റ് ഓക്സിഡൈസസ് ആൽഡിഹൈഡ് ടു ദ കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ്. കീറ്റോൺ ആണെങ്കിലോ ടോളൻസ് റിയേജന്റ് കീറ്റോണിനെ ഓക്സിഡേഷൻ നടത്തുന്നില്ല. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും വേർതിരിച്ചറിയാൻ വേണ്ടി ഈ ടോളൻസ് ടെസ്റ്റ് ഉപയോഗിക്കാം. അപ്പൊ അത് നമ്മൾ എവിടെ നിന്നാണ് ഇത് ഉപയോഗിക്കണം എന്നുള്ള ഐഡിയയിലേക്ക് വരുന്നത്, കീറ്റോൺ പെട്ടെന്ന് ഓക്സിഡേഷൻ നടക്കുന്നില്ല എന്നുള്ളതിൽ നിന്നാണ്. ആ ടോളൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് മനസ്സിലാക്കേണ്ടത്, ടോളൻസ് റിയേജന്റ് ആഡ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് ടോളൻസ് ടെസ്റ്റ്. ടോളൻസ് റിയേജന്റ് ഏതാണ്, അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. അങ്ങനെ ടോളൻസ് റിയേജന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോളൻസ് റിയേജന്റ് ഓക്സിഡൈസസ് ആൽഡിഹൈഡ് ടു ദയർ കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ്. കീറ്റോൺ എന്ത് ചെയ്യണില്ല, ടോളൻസ് റിയേജന്റ് ഓക്സിഡേഷൻ നടത്തുന്നില്ല, ആൽഡിഹൈഡിനെ മാത്രമേ ഓക്സിഡേഷൻ നടത്തുന്നുള്ളൂ. പിന്നെ അതേപോലെ വേറൊരു ടെസ്റ്റ് ആണ് ഫെഹിലിങ്സ് സൊല്യൂഷൻ ടെസ്റ്റ് എന്ന് പറയും. ഫെഹിലിങ്സ് സൊല്യൂഷൻ ടെസ്റ്റ്. ഫെഹിലിങ്സ് സൊല്യൂഷൻ ടെസ്റ്റ് എന്താണ്? ഫെഹിലിങ്സ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഫെഹിലിങ്സ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ആൽക്കലൈൻ കോപ്പർ 2 കോംപ്ലക്സ്, ആൽക്കലൈൻ കോപ്പർ 2 കോംപ്ലക്സ്
വിത്ത് സോഡിയം പൊട്ടാസ്യം ടാർട്ടാറേറ്റ്. ആൽക്കലൈൻ കോപ്പർ 2 കോംപ്ലക്സും സോഡിയം പൊട്ടാസ്യം ടാർട്ടാറേറ്റും കൂടിയ മിക്സ്ചറിനെയാണ് ഫെഹ്ലിംഗ് സൊല്യൂഷൻ എന്ന് പറയാം. ഫെഹ്ലിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മിക്സ്ചർ ഓഫ് ആൽക്കലൈൻ കോപ്പർ 2 കോംപ്ലക്സ് വിത്ത് സോഡിയം പൊട്ടാസ്യം ടാർട്ടാറേറ്റ്. ഈ ഫെഹ്ലിംഗ് സൊല്യൂഷൻ അത് ഓൺ ഹീറ്റിംഗ്, ഈ ഫെഹ്ലിംഗ് സൊല്യൂഷൻ നമ്മൾ ആൽഡിഹൈഡിലേക്ക് ഒഴിച്ചു. അപ്പോൾ ഓൺ ഹീറ്റിംഗ് ആൽഡിഹൈഡ് റെഡ്യൂസ് ഫെഹ്ലിംഗ് സൊല്യൂഷൻ ടു എ റെഡ് precipitate of copper oxide. അതായത് ഫെഹ്ലിംഗ് സൊല്യൂഷൻ നമ്മൾ ഒഴിച്ചത് ആൽഡിഹൈഡിലേക്കാണെങ്കിൽ ആ ആൽഡിഹൈഡ് എന്ത് ചെയ്യും? ആൽഡിഹൈഡ് റെഡ്യൂസസ് ഫെഹ്ലിംഗ് സൊല്യൂഷൻ ടു എ റെഡ് precipitate of Cu2O. കീറ്റോണിലേക്കാണ് ഒഴിച്ചതെങ്കിലോ അത് ഫെഹ്ലിംഗ് സൊല്യൂഷൻ ടെസ്റ്റ് തരുന്നില്ല. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും വേർതിരിച്ചറിയാൻ വേണ്ടി ഫെഹ്ലിംഗ് സൊല്യൂഷൻ ടെസ്റ്റ് ഉപയോഗിക്കാം. അത് ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ആൽഡിഹൈഡിനെ നമ്മൾ ഓക്സിഡേഷൻ നടത്തിയ നേരെ കാർബോക്സിലിക് ആസിഡ് തരും. കീറ്റോണിനെ ഓക്സിഡേഷൻ നടത്തണമെങ്കിൽ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയ ആൽക്കലൈൻ KMnO4 അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിച്ചാൽ നമുക്ക് എന്താ കിട്ടുക? മിക്സ്ചർ ഓഫ് കാർബോക്സിലിക് ആസിഡ് ആണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. അതായത് കീറ്റോൺസ് ആർ നോട്ട് റെഡിലി ഓക്സിഡൈസ്ഡ്. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ഈ ടോളൻസ് റിയേജന്റ് ഓക്സിഡേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ടോളൻസ് റിയേജന്റ് എന്ത് ചെയ്യും? നമ്മൾ ആൽഡിഹൈഡിലേക്ക് അല്ലെങ്കിൽ കീറ്റോണിലേക്കൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോളൻസ് റിയേജന്റ് ഓക്സിഡൈസസ് ആൽഡിഹൈഡ് ടു ദ കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ്. Tolerance reagent does not oxidize ketone to their acid. എന്താണ് ടോളറൻസ് റിയേജന്റ് എന്ന് അറിയണം. അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഈസ് നോൺ ആസ് ടോളറൻസ് റിയേജന്റ്. ഫെഹ്ലിംഗ് സൊല്യൂഷൻ ടെസ്റ്റ് എങ്ങനെ നടത്തുക? ഫെഹ്ലിംഗ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ മിക്സ്ചർ ഓഫ് ആൽക്കലൈൻ കോപ്പർ 2 കോംപ്ലക്സ് വിത്ത് സോഡിയം പൊട്ടാസ്യം ടാർട്ടാറേറ്റ്. അങ്ങനെ വരുന്ന സമയത്ത് ആൽഡിഹൈഡ് റെഡ്യൂസസ് Fehling solution to a red precipitate of cuprous oxide. Aldehyde reduce Fehling solution to a red precipitate of cuprous oxide. Ketone ആണെങ്കിലോ which does not give this type of test. Chemical reactions രണ്ടാമത്തേത് reduction. നമ്മൾ പ്രൈമറി ആൽഡിഹൈഡിനെ ജസ്റ്റ് ഒന്ന് റെഡ്യൂസ് ചെയ്ത് നോക്കാം. ഒരു ആൽഡിഹൈഡിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യാണ്. ഒരു ആൽഡിഹൈഡാണ് CH3CHO. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആഡ് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് ദ കാറ്റലിസ്റ്റ് നിക്കൽ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ആൽഡിഹൈഡിലേക്ക് നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് അവിടെ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ് സംഭവിക്കുക. ഒരു ഹൈഡ്രജൻ ഇവിടേക്കും ഒരു ഹൈഡ്രജൻ ഇവിടേക്കും വരും. ഓക്സിജന്റെ കൂടെ ഒരു ഹൈഡ്രജൻ, കാർബണിന്റെ കൂടെ ഒരു ഹൈഡ്രജനും വരും. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? CH3. കാർബണിന്റെ കൂടെ ഇപ്പൊ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇനി ഒന്നും കൂടെ വന്നാല് CH2. ഓക്സിജന്റെ കൂടെ ഒരു ഹൈഡ്രജനും കൂടെ വന്നാലോ OH. അപ്പൊ എന്ത് കിട്ടി? CH3 CH2 OH. We get a primary alcohol. അപ്പൊ നമ്മൾ ആൽഡിഹൈഡിനെ റിഡക്ഷൻ നടത്തി എവിടേക്ക്? പ്രൈമറി ആൽക്കഹോളിലേക്ക്. ഇനി ഇതേപോലെ നമ്മൾ കീറ്റോൺ എടുക്കാം. CH3 COCH3 കീറ്റോൺ. സെയിം റിയാക്ഷൻ നടത്തുക. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് ദ കാറ്റലിസ്റ്റ് നിക്കൽ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഈ കീറ്റോണിലേക്ക് നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്തു. എന്താണ് സംഭവിക്കുക? ഇതേപോലെ ഹൈഡ്രജൻ വരും. എവിടെയൊക്കെ വരിക? ഒരു ഹൈഡ്രജൻ ഈ കാർബണിലേക്ക്, ഒരു ഹൈഡ്രജൻ ഈ ഓക്സിജനിലേക്ക്. രണ്ടാളും വന്നതുകൊണ്ട് ഡബിൾ ബോണ്ട് എന്തായിട്ട് മാറും? സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? CH3 CH. ഒരു ഹൈഡ്രജൻ കൂടെ വന്നില്ലേ? CH. ഒരു ഹൈഡ്രജൻ
ഇതിലേക്ക് വന്നു OH CH3 CH3 CHOH CH3 എന്ത് കിട്ടി? സെക്കൻഡറി ആൽക്കഹോൾ. അതായത് ആൽഡിഹൈഡിന് നമ്മൾ റിഡക്ഷൻ നടത്തി അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് ദ കാറ്റലിസ്റ്റ് നിക്കൽ വി ഗെറ്റ് പ്രൈമറി ആൽക്കഹോൾ. കീറ്റോൺ റിഡക്ഷൻ നടത്തിയാലോ സെക്കൻഡറി ആൽക്കഹോൾ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് പ്രൈമറി ആൽക്കഹോളിന് ഓക്സിഡേഷൻ നടത്തിയാൽ ആൽഡിഹൈഡ്, സെക്കൻഡറി ആൽക്കഹോളിന് ഓക്സിഡേഷൻ നടത്തിയാൽ കീറ്റോൺ. അതിന്റെ നേരെ റിവേഴ്സ് റിയാക്ഷൻ ആണ് നമ്മൾ ഇവിടെ നോക്കിയത്. ആൽഡിഹൈഡിന് റിഡക്ഷൻ നടത്തിയാൽ പ്രൈമറി ആൽക്കഹോൾ, കീറ്റോൺ റിഡക്ഷൻ നടത്തിയാൽ സെക്കൻഡറി ആൽക്കഹോൾ. നെക്സ്റ്റ് റിഡക്ഷൻ ടു ഹൈഡ്രോകാർബൺസ്. ആൽഡിഹൈഡിനെയും കീറ്റോണിനെയൊക്കെ ഹൈഡ്രോ കാർബൺ ആയിട്ട് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം? അപ്പോൾ നമ്മൾ ഒരു ആൽഡിഹൈഡ് എടുക്കുകയാണ്, CH3CHO അല്ലേ? എങ്ങനെയല്ല അതിൻ്റെ സ്ട്രക്ചർ? CO എന്നുള്ളത് എപ്പോഴും ഡബിൾ ബോണ്ട് ആയിരിക്കും നമുക്കറിയാം. CH3CHO. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യാം, അതായത് റിഡക്ഷൻ നടത്താം. റിഡക്ഷൻ നടത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജന്റ് സിങ്ക് അമാൽഗം ZnHg ആൻഡ് കോൺസെൻട്രേറ്റഡ് HCl. സിങ്ക് അമാൽഗം ആൻഡ് കോൺസെൻട്രേറ്റഡ് HCl ആഡ് ചെയ്തിട്ടാണ് നമ്മൾ റിഡക്ഷൻ നടത്തുന്നതെങ്കിൽ ഇവിടുത്തെ CO എന്നുള്ളത് നേരെ CH2 ആയിട്ട് മാറും. CO എന്തായിട്ട് മാറും? CH2. ചേഞ്ച് ഇങ്ങനെയാണ്. CO എന്നുള്ളത് എന്തായിട്ട് മാറാം? CH2 ആയിട്ട് മാറും. അപ്പോൾ CO ഇവിടെ CH2 ആയി, പിന്നെ ഇവിടെ ഒരു H കൂടെ ഉണ്ട്, അപ്പോൾ എന്താവും? CH3 ആവും. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഏതാ? CH3 ഈഥൈൻ. അപ്പോൾ നമുക്കൊരു ഹൈഡ്രോ കാർബൺ ആണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടിയത്. ഇങ്ങനെ അതായത് ആൽഡിഹൈഡിനെ റിഡക്ഷൻ നടത്തുക ഇൻ പ്രസൻസ് ഓഫ് സിങ്ക് അമാൽഗം ആൻഡ് കോൺസെൻട്രേറ്റഡ് HCl ടു ഗെറ്റ് ഹൈഡ്രോ കാർബൺ. ഈ റിയാക്ഷന്റെ പേരാണ് ക്ലമൻസൺ റിഡക്ഷൻ. ഈ റിയാക്ഷന്റെ പേരെന്താണ്? ക്ലമൻസൺ റിഡക്ഷൻ. അതായത് ആൽഡിഹൈഡിനെ ഹൈഡ്രോ കാർബൺ ആക്കുന്ന പ്രോസസ് റിഡക്ഷൻ നടത്തുന്നത് സിങ്ക് അമാൽഗം ആൻഡ് HCl ഉപയോഗിച്ചിട്ടാണെങ്കിൽ ദിസ് റിയാക്ഷൻ ഈസ് ക്ലമൻസൺ റിഡക്ഷൻ. ഇനി ഈ ആൽഡിഹൈഡിന് പകരം നമ്മൾ കീറ്റോൺ എടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ കീറ്റോൺ CH3CO CH3 ഇതേ റിയാക്ഷൻ തന്നെ നമ്മൾ നടത്താം. ഹൈഡ്രജൻ ആഡ് ചെയ്തു, ദാറ്റ് ഈസ് റിഡക്ഷൻ ഇൻ പ്രസൻസ് ഓഫ് സിങ്ക് അമാൽഗം ആൻഡ് HCl. സിങ്ക് അമാൽഗം ആൻഡ് കോൺസെൻട്രേറ്റഡ് HCl റിഡക്ഷൻ നടത്താം. അങ്ങനെ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ അവിടെയും സംഭവിക്കുക എന്തുതന്നെയാണ്? CO എന്നുള്ളത് CH2 ആയിട്ട് മാറും. അപ്പൊ നമ്മളെ പ്രോഡക്റ്റ് ഏതാവും? CH3 CH2 CH3 CH3 CH2 CH3. അപ്പൊ നമുക്ക് എന്താ കിട്ടി? അപ്പോൾ നമുക്ക് പ്രൊപ്പൈൻ ഒരു ആൽക്കെയിൻ തന്നെയാണ് കിട്ടിയത്. അപ്പൊ നമ്മൾ ഇത്രയും ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ക്ലമൻസൺ റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ആൽഡിഹൈഡിന് അല്ലെങ്കിൽ കീറ്റോണിന് റിഡക്ഷൻ നടത്തുക ബൈ യൂസിങ് സിങ്ക് അമാൽഗം ആൻഡ് കോൺസെൻട്രേറ്റഡ് HCl. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഹൈഡ്രോ കാർബൺ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും, ആൽക്കൈനുകൾ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ക്ലമൻസൺ റിഡക്ഷൻ. ഈ റിയാക്ഷന്റെ പേരാണ് ക്ലമൻസൺ റിഡക്ഷൻ. ഇനി നമുക്ക് ഈ സിങ്ക് അമാൽഗം ആൻഡ് HCl പകരം വേറെ ഒരു റിയേജന്റ് നമ്മൾ ഉപയോഗിക്കുക. ഇപ്പൊ സപ്പോസ് ആൽഡിഹൈഡ് എടുത്തു CH3CHO. ഇതിനെ നമ്മൾ റിഡക്ഷൻ നടത്തുകയാണ്. റിയേജന്റ് നമ്മളോട് മാറ്റി. റിയേജന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് NH2NH2 റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്തതാണ്. NH2NH2 എന്ന് പറഞ്ഞാൽ ഹൈഡ്രസീൻ എന്നുള്ളതാണ്. NH2NH2 എന്ന കോമ്പൗണ്ട് ഹൈഡ്രസീൻ. അപ്പോൾ ആൽഡിഹൈഡ് റിയാക്ട് വിത്ത് ഹൈഡ്രസീൻ ആൻഡ് KOH പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഇൻ എത്തിലിൻ ഗ്ലൈക്കോൾ. അതായത് ആൽഡിഹൈഡിനെ അല്ലെങ്കിൽ കീറ്റോണിനെ നമ്മൾ എന്ത് ചെയ്യാം?
റിഡക്ഷൻ നടത്തുക ബൈ ആഡിങ് ഹൈഡ്രസീൻ ആൻഡ് KOH ഇൻ എത്തിലിൻ ഗ്ലൈക്കോൾ. അപ്പോഴും നമുക്ക് അവിടെ സംഭവിക്കുക CO എന്നുള്ളത് എന്തായിട്ട് മാറും? CH2 ആയിട്ട് തന്നെയാണ് മാറും. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് ഏതാ? CH3CO. അതിന് CH2 എന്ന് കിട്ടും. ഈ H കൂടെ ആയപ്പോഴോ CH3. അപ്പൊ ഇങ്ങനെ നമ്മളിവിടെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഹൈഡ്രസീൻ ആൻഡ് KOH ഇൻ എത്തിലിൻ ഗ്ലൈക്കോൾ. അതാണെങ്കിൽ ആ റിയാക്ഷന്റെ പേര് വോഫ്-കിഷ്ണർ റിഡക്ഷൻ. ഈ റിയാക്ഷന്റെ പേരെന്താണ്? വോഫ്-കിഷ്ണർ റിഡക്ഷൻ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആൽഡിഹൈഡ് ട്രീറ്റഡ് വിത്ത് ഹൈഡ്രസീൻ ആൻഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഇൻ എത്തിലിൻ ഗ്ലൈക്കോൾ we get alkane or hydrocarbon as the product. This reaction is Wolff-Kishner reduction. അപ്പോൾ ക്ലെമൻസൺ റിഡക്ഷനും വോഫ്-കിഷ്ണർ റിഡക്ഷനും ഒരേ രൂപത്തിലാണ്. എവിടെ മാത്രമേ വ്യത്യാസം വരിക? റിഡക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റിയേജന്റ് സിങ്ക് അമാൽഗം ആൻഡ് HCl ആണെങ്കിൽ ക്ലെമൻസൺ റിഡക്ഷൻ, പിന്നെ ഹൈഡ്രസീൻ ആൻഡ് KOH ആണെങ്കിൽ ദാറ്റ് ഈസ് വോഫ്-കിഷ്ണർ റിഡക്ഷൻ. നമുക്ക് ആൽഡിഹൈഡിന്റെയും കീറ്റോണിന്റെയും അടുത്ത വളരെ പ്രധാനപ്പെട്ട റിയാക്ഷനാണ് ആൽഡോൾ കണ്ടൻസേഷൻ. ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ രണ്ട് ആൽഡിഹൈഡ് കമ്പയർ ചെയ്യാം. സപ്പോസ് CH3CHO അല്ലെ, അസറ്റാൽഡിഹൈഡ് നമുക്കറിയാം. ഇനി ഒരു അസറ്റാൽഡിഹൈഡ് കൂടെ നമ്മൾ എടുക്കാം. CH3CHO ഞാൻ എഴുതുന്നത് HCH2, CH3ക്ക് പകരം HCH2CHO ഇങ്ങനെ എഴുതാം. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ എപ്പോഴും നടക്കാം. ആൽഡിഹൈഡ് ആണെങ്കിലും കീറ്റോൺ ആണെങ്കിലും ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ടായിരിക്കണം. എന്താ ആൽഫ ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ നോക്ക്, ഇതാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് CHO. ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബണിന്റെ പേരാണ് ആൽഫ കാർബൺ. ഈ ആൽഫ കാർബണിലെ ഹൈഡ്രജന്റെ പേരാണ് എന്ത്? ആൽഫ ഹൈഡ്രജൻ. ഇപ്പൊ സപ്പോസ് ഒരു കോമ്പൗണ്ട് നമ്മൾ എടുക്കുക HCHO അല്ലെ, ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് CHO. ഇത് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ഉണ്ടോ? ഇവിടെ ഇല്ല. അപ്പൊ അവിടെ ആൽഫ കാർബൺ ഇല്ല. അപ്പൊ അതുകൊണ്ട് അവിടെ ആരില്ല? ആൽഫ കാർബൺ ഇല്ലെങ്കിൽ അവിടെ ആൽഫ ഹൈഡ്രജനും ഇല്ല. അപ്പൊ ഇത് ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത കോമ്പൗണ്ടാണ്. ഇതോ ആൽഫ ഹൈഡ്രജൻ ഉള്ള കോമ്പൗണ്ടാണ്. കാരണം ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ട കാർബൺ ആൽഫ കാർബൺ, അതിൽ വരുന്ന ഹൈഡ്രജൻ ആൽഫ ഹൈഡ്രജൻ. അപ്പൊ ആൽഫ ഹൈഡ്രജൻ ആറ്റമുള്ള ആൽഡിഹൈഡിലും കീറ്റോണിലൊക്കെയാണ് ആൽഡോൾ കണ്ടൻസേഷൻ നടക്കുക. അപ്പൊ നോക്ക്, ഇത് ആൽഫ ഹൈഡ്രജൻ ആറ്റമുള്ള ആൽഡിഹൈഡ് ആണ്, ഇതും ആൽഫ ഹൈഡ്രജൻ ആറ്റമുള്ള ആൽഡിഹൈഡ് ആണ് അല്ലെ. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ ഇത്. അപ്പൊ ഈ ഹൈഡ്രജനും ഈ ഹൈഡ്രജനും ഒക്കെ എന്താണ്? ആൽഫ ഹൈഡ്രജൻ തന്നെയാണ്. അപ്പൊ ഈ ആൽഫ ഹൈഡ്രജൻ ആറ്റമുള്ള ആൽഡിഹൈഡുകളും കീറ്റോണുകളും ഒക്കെ എന്ത് ചെയ്യാം? കണ്ടൻസേഷൻ നടക്കുക, കൂടിച്ചേരാം. ഇൻ പ്രസൻസ് ഓഫ് ഡൈല്യൂട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഡൈല്യൂട്ട് സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ പ്രസൻസിൽ ആൽഫ ഹൈഡ്രജൻ ആറ്റമുള്ള ആൽഡിഹൈഡും കീറ്റോണൊക്കെ കമ്പൈൻ ചെയ്യുന്നു. അങ്ങനെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് കിട്ടും. പ്രോഡക്റ്റ് എങ്ങനെ എഴുതാൻ നോക്ക്. ഇപ്പോ CH3CH ഈ ഓയും എച്ചും കൂടെ നമ്മൾ ഈ കാർബണിലേക്ക് ആക്കിയിട്ട് എഴുതും. അപ്പൊ എന്താ വരിക? CH3CH കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഓയും എച്ചും കൂടെ എന്ത് ചെയ്യും? ഈ കാർബണിലേക്ക് ഇങ്ങനെ കൊടുക്കും, OH. പിന്നെ ഇവിടെ ബാക്കിയാണുള്ളത് CH2CHO. നമുക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് കിട്ടും. CH3CHOH CH2CHO. ഈ പ്രോഡക്റ്റിലേക്ക് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഇതിൽ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട് ആൽക്കഹോൾ, വേറെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട് CHO ആൽഡിഹൈഡ്. അപ്പോൾ ഒരു പ്രോഡക്റ്റിൽ തന്നെ ആൽക്കഹോളും ഉണ്ട് ആൽഡിഹൈഡും ഉണ്ട്. ആൽഡിഹൈഡും ആൽക്കഹോളും ഒന്നിച്ചു വരുന്ന ഈ പ്രോഡക്റ്റിനെയാണ് ആൽഡോൾ എന്നാണ് വിളിക്കുക. ആൽഡോൾ. ആൽക്കഹോളും ആൽഡിഹൈഡും ഒന്നിച്ചുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ആൽഡോൾ എന്ന് വിളിക്കാം. ഈ ആൽഡോൾ ഉണ്ടാകുന്ന റിയാക്ഷന്റെ പേരാണ് ആൽഡോൾ കണ്ടൻസേഷൻ. ഇത് കീറ്റോണിന്റെ കേസിലും സംഭവിക്കാം. അപ്പൊ നമ്മൾ കീറ്റോൾ എന്നാണ് വിളിക്കുക. ആൽഡിഹൈഡിന്റെ കേസിലായതുകൊണ്ട് ആൽഡോൾ, കീറ്റോണിന്റെ കേസിലാവുമ്പോൾ കീറ്റോൾ. അപ്പൊ ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ
aldehydes and ketones having alpha hydrogen atom condensed in presence of dilute sodium hydroxide to get an aldol. ഒരു ആൾഡോൾ കിട്ടാൻ വേണ്ടിയിട്ട് ആൽഫ ഹൈഡ്രജൻ ആറ്റമുള്ള ആൽഡിഹൈഡുകൾ കണ്ടൻസ് ചെയ്യാം, കൂടിച്ചേരുക. ഇൻ പ്രസൻസ് ഓഫ് എ ബേസ് ആൽക്കലി ഡൈലൂട്ട് സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ പ്രസൻസിൽ കമ്പൈൻ ചെയ്തിട്ട് ആൾഡോൾ തരുന്ന പ്രോസസ്സിന്റെ പേരാണ് ആൾഡോൾ കണ്ടൻസേഷൻ. ഇനി നമ്മൾ ഈ ആൾഡോളിനെ നമ്മൾ ചൂടാക്കിയാൽ എന്താണ് സംഭവിക്കുക? ജസ്റ്റ് നോക്കാം. CH3 CHOH CH2 CHO. ദിസ് ഈസ് ആൾഡോൾ. ആൾഡോളിനെ നമ്മൾ ഹീറ്റ് ചെയ്തു. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് വാട്ടർ മോളിക്യൂൾ അവിടെ നിന്ന് പോകും. വാട്ടർ മോളിക്യൂൾ പോവാന്ന് പറയുമ്പോൾ ഈ OH ഉണ്ടാവും, ഈ കാർബണിന്റെ തൊട്ടിപ്പുറത്തെ കാർബണിന് ഒരു ഹൈഡ്രജനും പോകും. അത് ലാസ്റ്റ് എന്താ കിട്ടുക? ഈ OH പോയി, ഈ H പോയി. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് CH3 CH, ഇവിടെ എന്തുള്ളൂ? CH ലാസ്റ്റ് CHO. അപ്പൊ ഇവിടെ ഏത് ബോണ്ടാ വരിക? ഡബിൾ ബോണ്ട് കൊടുക്കണം, എന്നാലേ കാർബണിന്റെ ബാലൻസ് ക്ലിയർ ആവുള്ളൂ. അത് CH3 CH ഡബിൾ ബോണ്ട് CH CHO. പേരെന്തായിരിക്കും? ആൽഡിഹൈഡ് ആണ്, 4 കാർബൺ ആറ്റം ഉണ്ട്, അപ്പൊ ബ്യൂട്ടനാൽ എന്ന് പറയും. ഡബിൾ ബോണ്ട് വന്ന കീറ്റോൺ ആണ്. ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ സെക്കൻഡ് കാർബണിലാണ്. സോ ഇറ്റ്സ് നെയിം ഈസ് 2-butene-ol. 2-butene-ol. അപ്പോൾ വാട്ട് ഈസ് ആൾഡോൾ കണ്ടൻസേഷൻ? ആൾഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുമ്പോൾ ആൽഡിഹൈഡ്സ് or ketones having alpha hydrogen atom condensed in presence of dilute sodium hydroxide to form aldol. This reaction is aldol condensation. This reaction is aldol condensation. Our next reaction is Cannizzaro reaction. Cannizzaro reaction ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്ത ആൽഡിഹൈഡുകളുടെ കേസിലാണ് കാനിസാറോ റിയാക്ഷൻ നടക്കുക. സപ്പോസ് HCHO ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും. നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പ് CHO എന്നാണ്, അത് അറ്റാച്ച് ചെയ്യാൻ ഒരു കാർബൺ ഇല്ല. അപ്പോൾ അവിടെ ആൽഫ കാർബൺ ആറ്റം ഇല്ല. സോ ഇവിടെ എന്തില്ല? ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ല. അപ്പൊ ഈ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്ത ആൽഡിഹൈഡുകൾ കോൺസെൻട്രേറ്റഡ് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് അല്ലെ, ഒരു സ്ട്രോങ് ബേസ് ആയിട്ടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് എന്ത് ചെയ്യാം? റിയാക്ഷൻ നടക്കാം. അങ്ങനെ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഇവിടെ നമ്മൾ HCOONA എന്ന് എഴുതിയാൽ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആണ്. അതായത് ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്ത ആൽഡിഹൈഡ്, ആൽഡിഹൈഡ്സ് which do not have alpha hydrogen react with sodium hydroxide and undergo self oxidation and reduction. Sodium hydroxide ആഡ് ചെയ്തിട്ട് അതിന് ഓക്സിഡേഷനും റിഡക്ഷനും നടന്നിട്ട് എന്ത് സംഭവിക്കുന്നു? അവിടെ നമുക്ക് ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും, കാർബോക്സിലിക് ആസിഡിന് H പോയിട്ട് സോഡിയം വന്നാൽ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എന്നാണ് പറയാം. അപ്പൊ ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും കിട്ടുന്ന ഈ പ്രോസസ്സിന്റെ പേരാണ് കാനിസാറോ റിയാക്ഷൻ. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ CHO അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് ബെൻസീൻ റിംഗിലേക്കാണ്. ബെൻസീൻ റിംഗിലെ കാർബണാറ്റം ഒന്നും എന്തല്ല? ആൽഫ കാർബണാറ്റം അല്ല. കാരണം sp2 ഹൈബ്രിഡൈസേഷൻ ആണ് അവിടെ സംഭവിക്കുക. അപ്പോ ബെൻസീൻ റിംഗിലെ കാർബണാറ്റത്തിലൊക്കെ ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ആൽഫ കാർബണാറ്റമായിട്ട് കൺസിഡർ ചെയ്യൂല. അപ്പോ ഇവിടെയും ആൽഫ കാർബണാറ്റം ഇല്ല, അപ്പൊ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ല. അപ്പൊ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്ത ആൽഡിഹൈഡുകൾ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്ത് സെൽഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ നടന്ന് നമുക്ക് ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും കിട്ടുന്ന ഈ പ്രോസസ്സിന്റെ പേരാണ് കാനിസാറോ റിയാക്ഷൻ. കാനിസാറോ റിയാക്ഷൻ. അപ്പൊ ആൽഡോൾ കണ്ടൻസേഷൻ നടക്കണമെങ്കിൽ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉള്ള ആൽഡിഹൈഡ് ആയിരിക്കണം. കാനിസാറോ റിയാക്ഷൻ നടക്കണമെങ്കിലോ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്ത ആൽഡിഹൈഡ് ആയിരിക്കണം. കാർബോക്സിലിക് ആസിഡ്.
നമുക്കറിയാം കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണ്? COOH എന്നുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിനെ പറഞ്ഞ പേരാണെന്ത്? കാർബോക്സിലിക് ആസിഡ്. COOH എന്നുള്ള ഫങ്ഷണൽ ഗ്രൂപ്പാണ് കാർബോക്സിലിക് ആസിഡ്. അത് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് CO, അത് കാർബണൈൽ ഗ്രൂപ്പ്, ആൻഡ് OH, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. കാർബണൈൽ ഗ്രൂപ്പും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെയും കൂടെ കോമ്പിനേഷൻ ആണെന്ത്? കാർബോക്സിലിക് ആസിഡ് ആയിട്ട് വരിക. അങ്ങനെ ഒരുപാട് കാർബോക്സിലിക് ആസിഡുകൾ ഉണ്ട്. ആ കൂട്ടത്തില് 12 മുതൽ 18 വരെ കാർബണാറ്റങ്ങളുള്ള ഹയർ ആലിഫാറ്റിക് ആസിഡ്, അരോമാറ്റിക് ആസിഡ് അല്ല, ലോങ് ചെയിൻ ഉള്ള ഹയർ ആലിഫാറ്റിക് ആസിഡ് കണ്ടെയ്നിങ് കാർബൺ 12 ടു കാർബൺ 18, 12 മുതൽ 18 വരെ കാർബണാറ്റം അടങ്ങിയിട്ടുള്ള ഹയർ ആലിഫാറ്റിക് ആസിഡുകളെ പറയുന്ന പേരാണ് ഫാറ്റി ആസിഡ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കല്? ഫാറ്റി ആസിഡ്സ്. അപ്പൊ എന്താണ് ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാല്? 12 മുതൽ 18 വരെ കാർബണാറ്റമുള്ള ലോങ് ചെയിൻ ആലിഫാറ്റിക് ആസിഡ്, ഹയർ ആലിഫാറ്റിക് ആസിഡുകളെയാണ് ഫാറ്റി ആസിഡ് എന്ന് വിളിക്കുക. അപ്പോൾ കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് കാർബണൈൽ ഗ്രൂപ്പ് ആൻഡ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. വാട്ട് ആർ ഫാറ്റി ആസിഡ്? 12 മുതൽ 18 വരെ കാർബൺ അടങ്ങിയിട്ടുള്ള ഹയർ ആലിഫാറ്റിക് ആസിഡുകളുടെ പറയുന്ന പേര് ഫാറ്റി ആസിഡ്. ഹയർ കാർബോക്സിലിക് ആസിഡ്സ് ആർ ഫാറ്റി ആസിഡ്. കാർബോക്സിലിക് ആസിഡുകളെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. നമ്മൾ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ എടുക്കുന്നത് ഫ്രം ആൽക്കഹോൾസ് ആൻഡ് ആൽഡിഹൈഡ്സ്. ആൽക്കഹോൾസ് ആൻഡ് ആൽഡിഹൈഡ്സ് നോക്ക്. ഞാനൊരു പ്രൈമറി ആൽക്കഹോൾ എടുക്കുകയാണ്, CH3CH2OH. ഈ പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തുക ഇൻ പ്രസൻസ് ഓഫ് അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തുക ഇൻ പ്രസൻസ് ഓഫ് അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. നമുക്ക് എന്താണ് കിട്ടുക? പ്രൈമറി ആൽക്കഹോൾ ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ ആൽഡിഹൈഡ് കിട്ടും അല്ലെ? CH3CHO നമ്മൾ പഠിച്ചതാണ്. CH3CHO ആൽഡിഹൈഡ് കിട്ടും. ഈ ആൽഡിഹൈഡിനെ വീണ്ടും ഓക്സിഡേഷൻ നടത്തുക. ആൽഡിഹൈഡിനെ വീണ്ടും എന്ത് ചെയ്യാം? ഓക്സിഡേഷൻ നടത്തുക ഇൻ പ്രസൻസ് ഓഫ് അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. ആൽഡിഹൈഡ് ഓക്സിഡേഷൻ നടത്തിയാൽ നമുക്ക് എന്താ കിട്ടുക? നമ്മൾ പഠിച്ചു, ആൽഡിഹൈഡ് ഓക്സിഡേഷൻ നടത്തിയാൽ കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് കിട്ടുന്നു. ഇവിടെ എത്ര കാർബൺ? 2 കാർബൺ. അപ്പൊ 2 കാർബൺ ഉള്ള കാർബോക്സിലിക് ആസിഡ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ദാറ്റ് ഈസ് CH3COOH. CH3COOH എന്ന് പറഞ്ഞാൽ അസറ്റിക് ആസിഡ് എന്നുള്ള കോമ്പൗണ്ട് ആണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോ പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തിയാൽ ആൽഡിഹൈഡ്, ആൽഡിഹൈഡ് ഓക്സിഡേഷൻ നടത്തിയാൽ കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ്. ഓക്കെ, ഇനി നമുക്ക് കാർബോക്സിലിക് ആസിഡ് പ്രിപ്പയർ ചെയ്യാനുള്ള അടുത്തൊരു മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ആൽക്കൈൽ സൈഡ് ചെയിൻ ഓക്സിഡേഷൻ എന്ന് പറയും. ആൽക്കൈൽ സൈഡ് ചെയിൻ ഓക്സിഡേഷൻ. സപ്പോസ് നമ്മൾ കോമ്പൗണ്ട് എടുക്കുകയാണ്, മീഥൈൽ ബെൻസീൻ. ഇവിടെ CH3 ആണല്ലോ, മീഥൈൽ ബെൻസീൻ, അതായത് ടൊളുവിൻ. ഈ ടൊളുവിനെ നമ്മൾ ആൽക്കലൈൻ KMnO4 റിയാക്ഷൻ നടത്താം. ആൽക്കലൈൻ KMnO4 റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ഓക്സിഡേഷൻ നടക്കും. അങ്ങനെ ഓക്സിഡേഷൻ നടന്നിട്ട് ഈ CH3 നേരെ എന്തായിട്ട് മാറും? COOH ആയിട്ട് മാറും. CH3 നേരെ എന്തായിട്ട് മാറും? COOH ആയിട്ട് മാറും. അതായത് ഇവിടുത്തെ ആൽക്കൈൽ ഗ്രൂപ്പ് നേരെ കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറുന്നു. ആൽക്കൈൽ ഗ്രൂപ്പ് നേരെ എന്തായിട്ട് മാറാം? കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. ഈ പ്രോഡക്റ്റിന്റെ പേരെന്താ? ബെൻസോയിക് ആസിഡ് എന്നാണ് പേര്. ബെൻസീന്റെ കൂടെ കാർബോക്സിലിക് ആസിഡ് വന്നാൽ ദാറ്റ് ഈസ് ബെൻസോയിക് ആസിഡ്.
അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ടൊളുവിൻ ഓക്സിഡേഷൻ നടക്കുക ആരെ പ്രസൻസിൽ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയ ആൽക്കലൈൻ KMnO4 ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ആൽക്കൈൽ ഗ്രൂപ്പ് നേരെ എന്തായിട്ട് മാറും COOH ആയിട്ട് മാറും. അതായത് ബെൻസോയിക് ആസിഡ് പ്രോഡക്റ്റ് കിട്ടുന്നു. ഇതേപോലെ തന്നെ വേറൊരു റിയാക്ഷൻ ആണ് ഇപ്പൊ നമ്മള് ഇവിടെ CH2CH3 എടുത്തു. ഈഥൈൽ ബെൻസീൻ. ഇത് മീഥൈൽ ബെൻസീൻ ആയിരുന്നു, ഇത് ഈഥൈൽ ബെൻസീൻ എടുത്തു. ഇതേ റിയാക്ഷൻ തന്നെ നടത്താം. അത് ആൽക്കലൈൻ KMnO4 ആഡ് ചെയ്യാം, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആഡ് ചെയ്യാം. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ നമ്മൾ സാധാരണ വിചാരിക്കുക എന്താണ് CH2COOH കിട്ടുന്നതാണ് വിചാരിക്കുക. പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ആൽക്കൈൽ ഗ്രൂപ്പ് മീഥൈലായാലും ഈഥൈലായാലും പ്രൊപ്പൈലായാലും ബ്യൂട്ടൈലായാലും ഏതായി കഴിഞ്ഞാലും ആൽക്കൈൽ ഗ്രൂപ്പ് നേരെ എന്തായിട്ട് മാറും COOH ആയിട്ട് മാറും. ആൽക്കൈൽ ഗ്രൂപ്പിന് നല്ല സ്ട്രോങ് ഓക്സിഡേഷൻ നടന്ന് നേരിട്ട് എന്തായിട്ട് മാറുക ചെയ്യാം COOH ആയിട്ട് മാറുക ചെയ്യാം. അത് ഇവിടുത്തെ കാർബൺ ആറ്റത്തിന്റെ എണ്ണം നോക്കുന്നില്ല, നേരെ എന്തായിട്ട് മാറുന്നു COOH ആയിട്ട് മാറുന്നു. അപ്പൊ നമ്മൾ എങ്ങനെ പ്രോഡക്റ്റ് എഴുതാം നേരെ COOH ആയിട്ട് മാറി. അപ്പോഴും നമുക്ക് എന്താ കിട്ടുക ബെൻസോയിക് ആസിഡ് തന്നെയാണ് കിട്ടുക. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇവിടെ മീഥൈൽ ബെൻസീൻ ആയാലും ഈഥൈൽ ബെൻസീൻ ആയാലും ഏത് കോമ്പൗണ്ട് ആണെങ്കിലും ആൽക്കലൈൻ KMnO4 റിയാക്ഷൻ നടത്തി ഓക്സിഡേഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ആൽക്കൈൽ ഗ്രൂപ്പ് നേരെ എന്തായിട്ട് മാറുന്നു COOH ഗ്രൂപ്പ് ആയിട്ട് മാറുന്നു. ആൽക്കൈൽ ഗ്രൂപ്പ് ഈസ് കൺവേർട്ടഡ് ടു കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് irrespective of the size of alkyl group. ആൽക്കൈൽ ഗ്രൂപ്പിന്റെ സൈസിനെ നോക്കണില്ല, നേരിട്ട് എന്തായിട്ട് മാറും കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ആയിട്ട് മാറും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ബെൻസോയിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുക. കാർബോക്സിലിക് ആസിഡിന്റെ കെമിക്കൽ റിയാക്ഷൻസ് അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാം അസിഡിറ്റി ഓഫ് കാർബോക്സിലിക് ആസിഡ്. അതായത് കാർബോക്സിലിക് ആസിഡ് അസിഡിക് ആണ് എന്തുകൊണ്ട് നമുക്കത് പ്രൂവ് ചെയ്യാം. നോക്ക്, ഇപ്പൊ നമ്മൾ ഒരു കാർബോക്സിലിക് ആസിഡ് എടുക്കാം CH3COOH. ഇത് അസിഡിക് ആവണമെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ ഒരു കോമ്പൗണ്ട് അസിഡിക് ആണെങ്കിൽ അത് ബേസുമായിട്ട് റിയാക്ഷൻ നടന്ന് നമുക്ക് എന്ത് കിട്ടണം സാൾട്ടും വാട്ടറും കിട്ടണം. അല്ലെങ്കിൽ അസിഡിക് ആവണമെങ്കിൽ അറീനിയസ് കൺസെപ്റ്റ് അനുസരിച്ച് H+ അയോണിനെ വിട്ടുകൊടുക്കാൻ പറ്റണം. H+ അയോണിനെ വിട്ടുകൊടുക്കാൻ പറ്റുന്നവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം ആസിഡ് എന്ന് പറയാം. അപ്പൊ ഇത് കാർബോക്സിലിക് ആസിഡ്, ഇതിന് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ഷൻ നടത്താം. ദാറ്റ് ഈസ് NaOH. സോഡിയം ഹൈഡ്രോക്സൈഡ് NaOHുമായിട്ട് നമ്മൾ റിയാക്ഷൻ നടത്താം. എന്തായിരിക്കും കിട്ടുക ഈ ആസിഡ് ഈ ബേസുമായിട്ട് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ സാൾട്ടും വാട്ടറും കിട്ടണം. അത് Hഉം OHും കൂടെ എന്താവും H2O പ്ലസ് ഹൈഡ്രജൻ പോയ സ്ഥലത്ത് കാര്യം വരിക സോഡിയം വരാം. അപ്പൊ എന്തായി CH3COON സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ ആസിഡ് ബേസുമായി കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ സാൾട്ട് പ്ലസ് വാട്ടർ തരുന്നു എന്നുള്ളതിൽ നിന്ന് നമുക്ക് കാർബോക്സിലിക് ആസിഡ് ഒരു ആസിഡ് ആണെന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ പിന്നെ കാർബോക്സിലിക് ആസിഡ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുക ഇപ്പൊ CH3COOH ഇതിലേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്തു, H2O ആഡ് ചെയ്യാം. അങ്ങനെ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡിസോസിയേഷൻ നടന്നിട്ട് ഇതിന് H+ കൊടുക്കാൻ പറ്റണം. ഈ കോമ്പൗണ്ടിന് എന്ത് ചെയ്യാൻ പറ്റണം H+ കൊടുക്കാൻ പറ്റണം. അപ്പൊ ഇവിടെ നോക്ക് ഈ കാർബോക്സിലിക് ആസിഡ് H+ വിട്ടുകൊടുക്കും. എന്നിട്ട് ഇവിടെ എന്താവും H3O+ ഹൈഡ്രോണിയം അയോൺ ആയിട്ട് മാറും. ഇവിടെയോ CH3COO- ആയിട്ട് മാറും. CH3COO- പ്ലസ് H3O+. CH3COO- പ്ലസ് H3O+. അതായത് പാർഷ്യൽ
ഡിസോസിയേഷൻ നടക്കുന്നുള്ളൂ. നമ്മൾ HCl പോലെ H+Cl- അങ്ങനെ നടക്കണില്ല. ഈ കോമ്പൗണ്ടിനൊക്കെ കൂടെ എന്ത് ചെയ്യും, ഒരു H+ പോയി ബാക്കി ഇവരൊക്കെ കൂടെ ഒരു അയോണായിട്ട് നിൽക്കും, CH3COO-. അപ്പോൾ പാർഷ്യൽ ഡിസോസിയേഷൻ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് കാർബോക്സിലിക് ആസിഡുകളൊക്കെ ഒരു വീക്ക് ആസിഡാണ്. കാർബോക്സിലിക് ആസിഡ് എന്താണ്, ഒരു വീക്ക് ആസിഡാണ്. പിന്നെ ഇത് എത്രത്തോളം അസിഡിക് ആണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അതിന്റെ Ka വാല്യൂവിലൂടെയാണ്. അല്ലെ, അസിഡിറ്റി കോൺസ്റ്റന്റ് Kയുടെ വാല്യൂ തരും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാർബോക്സിലിക് ആസിഡുകൾ എത്രത്തോളം അസിഡിക് ആണെന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. Ka വാല്യൂ കൂടുമ്പോൾ അസിഡിക് ക്യാരക്ടർ കൂടുന്നു. pK വാല്യൂ കുറയുമ്പോഴാണ് അസിഡിക് ക്യാരക്ടർ കുറയുക. അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. Ka വാല്യൂ കൂടുമ്പോൾ pK വാല്യൂ കുറയും. അപ്പോൾ അന്നേരം അസിഡിക് ക്യാരക്ടർ എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഇനി ചില കാർബോക്സിലിക് ആസിഡുകളെ തന്നിട്ട് അതിന്റെ അസിഡിക് സ്ട്രെങ്ത് കൂടാണോ കുറയാണോ തുടങ്ങിയ കാര്യങ്ങൾ കമ്പയർ ചെയ്യാൻ പറയും. എങ്ങനെയാണ് അത് ചെയ്യാന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് കാർബോക്സിലിക് ആസിഡിന്റെ അസിഡിറ്റി എങ്ങനെയാണ് കൂടുക കുറയുക തുടങ്ങിയ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. ഇപ്പൊ സപ്പോസ് ഇലക്ട്രോൺ റിലീസിംഗ് ആൽക്കൈൽ ഗ്രൂപ്പ് ഡിക്രീസസ് അസിഡിറ്റി. നമുക്ക് ആൽക്കൈൽ ഗ്രൂപ്പ് മീഥൈൽ, ഈഥൈൽ, പ്രൊപ്പൈൽ പോലെയുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പാണ്. അതായത് അവരെന്ത് ചെയ്യും, ഇലക്ട്രോണിന് വിട്ടുകൊടുക്കും. അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ കാർബോക്സിലിക് ആസിഡ് ആകുമ്പോൾ നമുക്കറിയാം COOH എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് 6 ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഇവര് നേരെ ഇലക്ട്രോണിനെ കൊടുക്കും. ഇലക്ട്രോണെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓക്സിജന്റെ മേലെ അവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഈ കിട്ടിയ ഇലക്ട്രോൺ ഓക്സിജന്റെ അടുത്തേക്ക് വരും. ഇതിനെ കാർബോക്സിലേറ്റ് ആനയോൺ എന്നാണ് പറയാം. അപ്പോൾ ഇവിടെ ഇലക്ട്രോണിന്റെ അടുത്തേക്ക് ഈ ഇലക്ട്രോൺസ് ഒക്കെ ഓക്സിജന്റെ അടുത്തേക്ക് വരും. അങ്ങനെ ഇലക്ട്രോൺ പെയർ ഇങ്ങനെ കൂടുതൽ വന്നാൽ ഓക്സിജന്റെ അടുത്തുള്ള നെഗറ്റീവ് ചാർജ് കൂടും. നെഗറ്റീവ് ചാർജ് കൂടിക്കഴിഞ്ഞാൽ H+നെ വിട്ടുകൊടുക്കൽ വളരെ ഡിഫിക്കൽട്ടി ആയിട്ട് വരും. H+നെ വിട്ടുകൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ H+നെ വിട്ടുകൊടുത്തിട്ടില്ലെങ്കിലോ അസിഡിക് ക്യാരക്ടർ കുറയും ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പുകൾ കൂടുന്നതിനനുസരിച്ച് അവിടെ എന്താ സംഭവിക്കുക, H+നെ വിട്ടുകൊടുക്കാനുള്ള കാർബോക്സിലേറ്റ് ആനയോണിന്റെ ടെൻഡൻസി കുറയും. കാരണം കാർബോക്സിലേറ്റ് ആനയോണിന്റെ നെഗറ്റീവ് ചാർജ് കൂടും. അപ്പോൾ പ്രോട്ടോണെ വിട്ടുകൊടുക്കൽ വളരെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് കൂടുതലായി കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടിന്റെ അസിഡിറ്റി കുറയാണ് ചെയ്യുക. നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. നമുക്ക് HCOOH ഫോമിക് ആസിഡ്, അതിന്റെ Ka വാല്യൂ, അസിഡിറ്റി കോൺസ്റ്റന്റ് Ka വാല്യൂ 17.7 into 10⁻⁻⁵. 17.7 into 10⁻⁵. അതായത് ഇപ്പൊ ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് ഇല്ല, Ka വാല്യൂ 17.7 ഉണ്ട്. ഈ Hന് പകരം ഇവിടെ ഒരു CH3 വന്നു, ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വന്നു, അത് ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് വന്നു. അപ്പൊ Ka വാല്യൂ നോക്ക് 1.75 into 10⁻⁵. 17.7 എത്രയായി, 1.75 ആയിട്ട് മാറി. 1.75 ആയിട്ട് മാറി. നോക്ക്, ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പും കൂടെ വന്നു, CH3CH2 ഈഥൈൽ ഗ്രൂപ്പ് വന്നു. അപ്പൊ ഇലക്ട്രോൺ റിലീസിംഗ് എഫക്റ്റ് കൂടി. അപ്പൊ അവിടെ H+നെ വിട്ടുകൊടുക്കാനുള്ള കഴിവ് വളരെ കുറയും. അപ്പൊ അതിന്റെ Ka വാല്യൂ എത്രയാണ്, 1.34 into 10⁻⁵. 1.34 into 10⁻⁵. വീണ്ടും അസിഡിറ്റി കുറഞ്ഞു. അതായത് ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പുകൾ വരുന്നതിനനുസരിച്ച് കൂടുന്നതിനനുസരിച്ച് അസിഡിക് ക്യാരക്ടർ ഓഫ് കാർബോക്സിലിക് ആസിഡ് ഡിക്രീസസ്. ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ കാർബോക്സിലേറ്റ് ആനയോണിന്റെ നെഗറ്റീവ് ചാർജ് കൂടും. അപ്പോൾ അവിടെ H+നെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി കുറവായിരിക്കും. അപ്പോൾ അസിഡിക് ക്യാരക്ടർ കുറയുന്നു. കാർബോക്സിലിക് ആസിഡിന്റെ അസിഡിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പിന്റെ എണ്ണം കൂടിയാൽ അസിഡിറ്റി കുറയുന്നു എന്ന് പഠിച്ചു. അതേപോലെ തന്നെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ്, അതായത് -I എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പുകൾ, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് വരികയാണെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്, ക്ലോറിൻ, ബ്രോമിൻ, ഫ്ലൂറിൻ, സയനൈഡ്, NO എക്സെട്ര. ക്ലോറിൻ, ബ്രോമിൻ, ഫ്ലൂറിൻ, സയനൈഡ്, NO ഇതൊക്കെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരികയാണെങ്കിൽ ദാറ്റ് ഇൻക്രീസസ് ദ അസിഡിറ്റി. അസിഡിറ്റി എന്ത് ചെയ്യുന്നു, കൂടാണ് ചെയ്യാം. കാരണം
ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ ഈ കാർബോക്സിലേറ്റ് ആനയോണിലെ നെഗറ്റീവ് ചാർജ് ആ ഇലക്ട്രോണിനും കൂടെ എന്ത് ചെയ്യും, ആ ഗ്രൂപ്പ് ഇങ്ങോട്ട് വിഡ്രോ ചെയ്യും. അപ്പോൾ അവിടെ നെഗറ്റീവ് ചാർജ് കുറയുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ പ്രോട്ടോണിനെ H+ അയോണിനെ വിട്ടുകൊടുക്കാൻ കഴിയും. അപ്പോൾ H+ അയോണിനെ എത്ര പെട്ടെന്ന് വിട്ടുകൊടുക്കുന്നോ അതിനനുസരിച്ച് അസിഡിക് ക്യാരക്ടർ കൂടുകയാണ് ചെയ്യാം. സപ്പോസ് CH3COOH അസറ്റിക് ആസിഡ്, Ka വാല്യൂ 1.75 × 10⁻⁻5. ഈ CH3-ലെ ഒരൊറ്റ ഹൈഡ്രജൻ മാറ്റിയിട്ട് ഒരു ക്ലോറിൻ വന്നു, അതൊരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നു. അപ്പോൾ അത് വന്നതോടുകൂടെ എന്ത് ചെയ്യും, അസിഡിറ്റി ഒരുപാട് കൂടി. നോക്ക്, Ka 136 × 10⁻⁻5, 136 × 10⁻⁻5. ഇനി ക്ലോറിന് പകരം ഞാനൊരു ഫ്ലൂറിനെ കൊടുത്തു. കാരണം ക്ലോറിനേക്കാളും ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ആണ് ആര്, ഫ്ലൂറിൻ. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ഫ്ലൂറിൻ വന്നപ്പോൾ Ka വാല്യൂ വീണ്ടും ഒരുപാട് കൂടി, 260 × 10⁻⁻5. അതായത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുമ്പോൾ തന്നെ അതിലെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുമ്പോൾ എന്ത് ചെയ്യും, അസിഡിക് ക്യാരക്ടർ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ബെൻസോയിക് ആസിഡ് ഈസ് മോർ അസിഡിക് ദാൻ അസറ്റിക് ആസിഡ്. ബെൻസോയിക് ആസിഡ് അസറ്റിക് ആസിഡിനേക്കാളും അസിഡിറ്റി കൂടുതലാണ്. കാരണം ബെൻസോയിക് ആസിഡിൽ COOH വരുന്നത് എവിടേക്കാണ്, ബെൻസീൻ റിങ്ങിലേക്കാണ്. ബെൻസീൻ റിങ്ങിലെ കാർബൺ ഹൈബ്രിഡൈസേഷൻ ഏതാ, sp2. ബെൻസീൻ റിങ്ങിൽ ഏതാണ്, sp2 ഹൈബ്രിഡൈസേഷൻ. അസറ്റിക് ആസിഡിലോ sp3 ഹൈബ്രിഡൈസേഷൻ അല്ലേ, സിംഗിൾ ബോണ്ട് കാർബൺ അല്ലേ, sp2 hybridization is more electronegative than sp3. sp2 hybridized കാർബൺ ആണ് sp3 hybridized കാർബണിനേക്കാളും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയത്. അപ്പോൾ അതുകൊണ്ട് ബെൻസോയിക് ആസിഡ് ഈസ് മോർ അസിഡിക് ദാൻ അസറ്റിക് ആസിഡ്. നോക്കൂ, കാർബോക്സിലിക് ആസിഡിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് വൺ, ഫോർമേഷൻ ഓഫ് അമൈഡ്. അമൈഡ് എങ്ങനെ ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മളൊരു കാർബോക്സിലിക് ആസിഡ് എടുത്തു, CH3COOH, റിയാക്ട് വിത്ത് അമോണിയ NH3. അമോണിയമായിട്ട് റിയാക്ഷൻ നടത്തിയപ്പോൾ ഈ NH3 നേരെ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ CH3COONH4 കിട്ടും. അത് അമോണിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്, CH3COONH4. അത് അമോണിയം അസറ്റേറ്റ് എന്നുള്ള കോമ്പൗണ്ടാണ് ഇവിടെ കിട്ടിയത്. ഈ അമോണിയം അസറ്റേറ്റ് നമ്മൾ ചൂടാക്കുക. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു H2O മോളിക്യൂൾ പോകും. 2 ഹൈഡ്രജൻ ഇവിടെ നിന്നും ഒരു ഓക്സിജനും പോയി, H2O പോയാൽ ബാക്കി എന്താ ഉള്ളത്, CH3CONH2. CH3CONH2 ദാറ്റ് ഈസ് അമൈഡ്. അമൈഡ് ഫോം ചെയ്യും. RCONH2 എന്നുള്ള ഫോമിനെയാണ് നമ്മൾ അമൈഡ് എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ കാർബോക്സിലിക് ആസിഡ് റിയാക്ട് വിത്ത് അമോണിയ ടു ഫോം അമോണിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. ഓൺ ഹീറ്റിംഗ് വി ഗെറ്റ് അമൈഡ്. ഇനി അതേപോലെ ഒരു അരോമാറ്റിക് കാർബോക്സിലിക് ആസിഡ് ആണ് താലിക് ആസിഡ് എന്ന് പറയുന്നത്. താലിക് ആസിഡ് PH എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. താലിക് ആസിഡ്. താലിക് ആസിഡിന് നമ്മൾ അമോണിയമായിട്ട് റിയാക്ഷൻ നടത്തി. അവിടെ 2 COOH ഉണ്ട്, അതുകൊണ്ട് 2 അമോണിയമായിട്ട് റിയാക്ഷൻ നടത്തി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അമോണിയം സാൾട്ട് ഓഫ് താലിക് ആസിഡ്. സെയിം റിയാക്ഷൻ തന്നെയാണ്. ഒരു NH3 ഇതിനോടുകൂടെ ഒരു NH3 ഇവിടേക്കും വന്നു. അമോണിയം സാൾട്ട് ഓഫ് താലിക് ആസിഡ്. നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യാം. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 എണ്ണത്തിൽ നിന്നും ഓരോ വാട്ടർ മോളിക്യൂൾ പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടും, CONH2 എന്നുള്ള പ്രോഡക്റ്റ് കിട്ടും. അതിൻ്റെ പേര് താലമൈഡ്. ഈ താലമൈഡിന് നമ്മൾ സ്ട്രോങ് ഹീറ്റിംഗ് നടത്താം. വീണ്ടും നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് വാട്ടർ മോളിക്യൂളും അതേപോലെ അമോണിയയും പോകും. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് എന്താ കിട്ടുക, ബെൻസീൻ റിങ്ങിൽ CONHCO. അതിൻ്റെ പേര് താലിമൈഡ് എന്നാണ്. താലിമൈഡ്. അപ്പോൾ അമൈഡ് ഫോം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, കാർബോക്സിലിക് ആസിഡിലേക്ക് അമോണിയ ആഡ് ചെയ്യാം. അപ്പോൾ അമോണിയം സാൾട്ട് കിട്ടും.
അതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ്? അമൈഡാണ് ഫോം ചെയ്യുക. അമൈഡ് എന്ന് പറയുമ്പോൾ RCONH2 എന്നുള്ള ഫോമിനെയാണ് അമൈഡ്സ് എന്ന് വിളിക്കുക. അമൈഡ്. ഓക്കെ, കാർബോക്സിലിക് ആസിഡുമായി ബന്ധപ്പെട്ട കെമിക്കൽ പ്രോപ്പർട്ടീസിൽ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു നെയിം റിയാക്ഷനാണ് ഹെൽ-വോൾഹാർഡ്-സെലിൻസ്കി റിയാക്ഷൻ, അതായത് HVZ റിയാക്ഷൻ. ഹെൽ-വോൾഹാർഡ്-സെലിൻസ്കി റിയാക്ഷൻ. എന്താണ് HVZ റിയാക്ഷൻ എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ കാർബോക്സിലിക് ആസിഡ് എടുത്തു, CH3COOH അസറ്റിക് ആസിഡാണ്. ഇതിൽ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ടോ ഇല്ലേ? ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അത് അറ്റാച്ച് ചെയ്ത കാർബൺ, അതിൽ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഈ ആൽഫ ഹൈഡ്രജൻ ആറ്റമുള്ള കാർബോക്സിലിക് ആസിഡിലേക്ക് നമ്മൾ ഹാലജൻ ആഡ് ചെയ്യാം. ക്ലോറിനോ അല്ലെങ്കിൽ ബ്രോമിനോ ആഡ് ചെയ്യാം. തൽക്കാലം ഞാനിവിടെ ക്ലോറിൻ ആഡ് ചെയ്തു. ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. റെഡ് ഫോസ്ഫറസിന്റെ പ്രസൻസിൽ ക്ലോറിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൽഫ ഹൈഡ്രജൻ ആറ്റത്തെ റീപ്ലേസ് ചെയ്തിട്ട് പകരം ആര് വരും? ഹാലജൻ വരും. ആൽഫ ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ്ഡ് ബൈ ഹാലജൻ ആറ്റം. അപ്പൊ എന്താ വരിക? ഇവിടുത്തെ ഒരു ഹൈഡ്രജനാണ് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പൊ CH2 ആ റീപ്ലേസ് ചെയ്ത സ്ഥലത്തേക്ക് ആര് വന്നു? ക്ലോറിൻ വന്നു. ആ CH2Cl COOH. ഇനി ഇവിടെ വീണ്ടും ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പൊ വീണ്ടും റിയാക്ഷൻ നമ്മൾ പ്രൊസീഡ് ചെയ്യാം. അപ്പൊ ക്ലോറിൻ ആഡ് ചെയ്തു. ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് എന്താ സംഭവിക്കുക? ആൽഫ ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ്ഡ് ബൈ ഹാലജൻ ആറ്റം. അപ്പൊ ഇവിടെ ഒരു Cl കൂടെ വരും, ഒരു H പോകും. അപ്പൊ എന്ത് വരും? CHCl2COOH. CHCl2COOH. വീണ്ടും ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. വീണ്ടും റിയാക്ഷൻ നമ്മൾ പ്രൊസീഡ് ചെയ്യാം. ക്ലോറിൻ ആഡ് ചെയ്തു. ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. ക്ലോറിൻ ആഡ് ചെയ്യുന്നു. ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് എന്ത് ചെയ്യും? ഹൈഡ്രജൻ റീപ്ലേസ്ഡ് ബൈ ഹാലജൻ. അപ്പൊ നമുക്ക് എന്താ കിട്ടി? CCl3COOH. അതിനവസാനം ആൽഫ ഹാലോ ആസിഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഈ റിയാക്ഷന്റെ പേരാണ് HVZ റിയാക്ഷൻ. അതായത് ഇൻ പ്രസൻസ് ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് റെഡ് ഫോസ്ഫറസ്, ക്ലോറിൻ ഓർ ബ്രോമിൻ ഈസ് റീപ്ലേസ്ഡ് ബൈ ആൽഫ ഹൈഡ്രജൻ of carboxylic acid to get alpha halo acid. അതായത് റെഡ് ഫോസ്ഫറസിന്റെ പ്രസൻസിൽ ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ ഏതിലേക്ക് ആഡ് ചെയ്യാം? ആൽഫ ഹൈഡ്രജൻ ആറ്റമുള്ള കാർബോക്സിലിക് ആസിഡിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ആൽഫ ഹൈഡ്രജൻ ഈസ് റീപ്ലേസ്ഡ് ബൈ ഹാലജൻ. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ആൽഫ ഹാലോ ആസിഡ് കിട്ടുന്ന പ്രോസസ്സിന്റെ പേരാണ് HVZ റിയാക്ഷൻ, അതായത് ഹെൽ-വോൾഹാർഡ്-സെലിൻസ്കി റിയാക്ഷൻ. നമുക്ക് അടുത്തൊരു റിയാക്ഷൻ നോക്കാം. കോൾബ്സ് ഇലക്ട്രോളിസിസ്. കോൾബ്സ് ഇലക്ട്രോളിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എടുക്കാം. സപ്പോസ് CH3COONA സോഡിയം അസറ്റേറ്റ്, സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എടുത്തു. അതിൻ്റെ 2 മോളിക്യൂൾ നമ്മൾ എടുക്കുക. അല്ലെങ്കിൽ CH3COONA നമ്മൾ ഇലക്ട്രോളിസിസ് നടത്താം. CH3COONA sodium salt of carboxylic acid undergo electrolysis. ഇലക്ട്രോളിസിസ് നടത്തിയാൽ നമുക്ക് എന്താ കിട്ടുക? ഡീകമ്പോസിഷൻ നടന്ന് CH3COO മൈനസും Na പ്ലസും ആയിട്ട് മാറും. CH3COO മൈനസ് ആൻഡ് Na പ്ലസ്. CH3COO മൈനസ് ആൻഡ് Na പ്ലസ്. ഇനി നമ്മൾ ഇതിലിപ്പോൾ നെഗറ്റീവ് ചാർജ് ഉള്ള അയോൺ CH3COO മൈനസ് നെഗറ്റീവാണ്. ആനയോൺ എന്നാണ് അതിനെ വിളിക്കുക. ആനയോൺ പോകുന്നത് എവിടേക്കാണ്? ആനോഡിലേക്ക് പോകും. ആനോഡിലേക്ക് അപ്പോൾ ആര് വരും? ആനയോൺ വന്നു. ഹിയർ ആനയോൺ CH3COO മൈനസ്. അതിന് 2 മോളിക്യൂൾ നമ്മൾ എടുക്കുക. 2 CH3COO മൈനസ് എടുത്തു. എന്നിട്ട് നമ്മളിതിനെ
ഡീകാർബോക്സിലേഷൻ നടത്തും. എന്താ ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡീകാർബോക്സിലേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യാൻ വേണ്ടി കിട്ടും? 2 CO2 ഇല്ലേ? ഈ 2 ഇവർക്കൊക്കെ ബാധകമാണ്. അപ്പോൾ 2 CO2 2 കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ റിമൂവ് ചെയ്തു. പിന്നെ ഇവിടെ 2 നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ആ 2 നെഗറ്റീവ് ചാർജ് വരുന്നത് എന്താ? 2 ഇലക്ട്രോണാണ്, 2 ഇലക്ട്രോൺ. പിന്നെ ഇവിടെ ആരാളുള്ളത്? 2 CH3 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതാം? CH3 ഈഥൈൻ എന്നെഴുതും. അതായത് നമ്മൾ എടുത്തത് സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. നമ്മൾ അതിന് ഇലക്ട്രോളിസിസ് നടത്തി. അപ്പോൾ നമുക്ക് അതിൻ്റെ ആനയോണും ക്യാറ്റയോണും ഒക്കെ കിട്ടി. ആനയോൺ നമ്മൾ എവിടേക്ക് എടുത്തു? ആനോഡിലേക്ക് എടുത്തു. CH3COO- അല്ലെ, മീഥൈൽ കോമ്പൗണ്ടാണ് കിട്ടിയിരുന്നത്. അപ്പോൾ അതിനെ ഡീകാർബോക്സിലേഷൻ നടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? കാർബൺ ഡൈ ഓക്സൈഡും ഇലക്ട്രോണൊക്കെ ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ വി ഗെറ്റ് ഹയർ ആൽക്കെയിൻ. നമുക്ക് എന്ത് കിട്ടി? ഒരു ഹയർ ആൽക്കെയിൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി. ഈ റിയാക്ഷന്റെ പേര് കോബ്സ് ഇലക്ട്രോളിസിസ്. ഹയർ ആൽക്കെയിൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്ന റിയാക്ഷന്റെ പേരാണ് കോബ്സ് ഇലക്ട്രോളിസിസ്. ഓക്കെ. Then ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. കാർബോക്സിലിക് ആസിഡ്, നമ്മൾ ആരോമാറ്റിക് കാർബോക്സിലിക് ആസിഡ് ആയിട്ടുള്ള ബെൻസോയിക് ആസിഡിനെ എടുക്കാം. നമ്മൾ അതിന് നൈട്രേഷൻ നടത്താം. ബെൻസോയിക് ആസിഡ്, ഇറ്റ് ഈസ് ബെൻസോയിക് ആസിഡ്. ശ്രദ്ധിക്കുക, COOH ഗ്രൂപ്പ് എന്നുള്ളത് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. COOH ഗ്രൂപ്പ് ഏതാണ്? മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. അതായത് വരുന്ന ഇലക്ട്രോഫൈലിനെ മെറ്റാ പൊസിഷനിലേക്കാണ് പറഞ്ഞേക്കുക. COOH ഗ്രൂപ്പ് ഈസ് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ കാർബോക്സിലിക് ആസിഡിനെ നൈട്രേഷൻ നടത്തുക. നൈട്രേഷൻ മീൻസ് അഡീഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആൻഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും ആഡ് ചെയ്യുന്നതിൻ്റെ പേരാണ് നൈട്രേഷൻ. അപ്പോൾ നമ്മൾ നൈട്രേഷൻ നടത്തി. നൈട്രേഷൻ നടത്തിയാൽ കിട്ടുന്ന ഇലക്ട്രോഫൈൽ ഏതാ? NO2 നൈട്രോ ഗ്രൂപ്പ്. അതായത് NO2 ഗ്രൂപ്പാണ് ഇലക്ട്രോഫൈലായിട്ട് വരിക. അപ്പോൾ നമുക്ക് ഏതാ കിട്ടുക? Here COOH is മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. അതുകൊണ്ട് NO2 എന്ത് ചെയ്യും? മെറ്റാ പൊസിഷനിലേക്ക് പറഞ്ഞേക്കും. മെറ്റാ പൊസിഷൻ മീൻസ് 1-3 പൊസിഷൻ. 1, 2, 3. അപ്പോൾ ഹിയർ NO2. ഇതിന്റെ പേരെന്തായിരിക്കും? മെറ്റാ നൈട്രോ ബെൻസോയിക് ആസിഡ്. ദിസ് പ്രോഡക്റ്റ് ഈസ് മെറ്റാ നൈട്രോ ബെൻസോയിക് ആസിഡ്. മെറ്റാ നൈട്രോ ബെൻസോയിക് ആസിഡ്. അപ്പോൾ ബെൻസോയിക് ആസിഡിന്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നൈട്രേഷൻ ആണ്. COOH ഗ്രൂപ്പ് ഈസ് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. അതുകൊണ്ട് നൈട്രേഷൻ നടത്തിയാൽ വരുന്ന ഇലക്ട്രോഫൈൽ NO2 ഗോസ് ടു മെറ്റാ പൊസിഷൻ ആൻഡ് സോ വി ഗെറ്റ് മെറ്റാ നൈട്രോ ബെൻസോയിക് ആസിഡ്. ഇത്രയാണ് നമുക്ക് ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ് എന്നുള്ള ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ വെച്ചിട്ട് ഈ വർഷത്തെ ബോർഡ് എക്സാമിന് ബേസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ.